السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين، وأصلي وأسلم على خاتم الأنبياء والمرسلين محمد وعلى آله وأصحابه الفائزين أجمعين. أما بعد، فإن خير الكتاب كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. ബഹുമാനമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ, അല്ലാഹുവിന്റെ മതം പഠിക്കാൻ ഈ ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അർ-റഖീബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെയും നിങ്ങളുടെയും എല്ലാ പ്രവർത്തനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന അൽ ബസീറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന അസ്-സമീഅാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം, നമ്മൾ ചിരിക്കുന്നതും പുഞ്ചിരിക്കുന്നതും പൊട്ടിച്ചിരിക്കുന്നതും എല്ലാം രേഖപ്പെടുത്തി വെക്കുന്ന അൽ ഹഫീദാണ്. നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയായ ഷഹീദാണ്. നമ്മളുടെ ഭാവിയും ഭൂതവും വർത്തമാനവും എല്ലാം അറിയുന്ന അലീമാണ്, ലത്തീഫാണ്, ഖബീറാണ്. ഈയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അള്ളാഹുവിനെ കുറിച്ച് പഠിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കി തഖ്വ ജീവിതത്തിൽ പാലിക്കണേ എന്ന് സ്വന്തത്തിൽ മറക്കാതെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. ആമുഖമായി വസിയത്ത് ചെയ്യുന്നു. സഹോദരങ്ങളെ, നമ്മളിനി ഒരു 3-4 ദിവസം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇടപെടുന്ന ഒരു കർമ്മം, ആ കർമ്മവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ ചുരുങ്ങിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം, സ്വലാത്ത് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തന്ന വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്കിലും നമ്മളിൽ പലർക്കെങ്കിലും, ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കൊക്കെ പലപ്പോഴും നമസ്കാരത്തോടൊരു മടി തോന്നാറുണ്ട്. ഒരു അലംഭാവം നമ്മൾക്ക് തോന്നുന്നു. നിസ്കരിക്കാൻ വലിയ താല്പര്യമില്ല. വലിയ കാര്യങ്ങൾ ചെയ്യുന്ന, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുക്കുന്ന പലർക്കും ഒരു 4 റക്അത്ത് നിസ്കരിക്കാൻ ഭയങ്കര പ്രയാസം തോന്നുന്നു. അതുപോലെ തന്നെ തറാവീഹ് 8 റക്അത്ത് ഇമാം പൂർത്തിയാകുമ്പോഴേക്ക് ആകെ ക്ഷീണിച്ച് തളർന്ന് എങ്ങനെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നുള്ളത് അറിയാതെ മനസ്സിൽ വന്നു പോകുന്നു. നിസ്കരിക്കാൻ താല്പര്യമില്ലാതായി പോകുന്നു. ആ ഒരു രോഗത്തെ ചികിത്സിക്കുക, നമസ്കാരത്തെ കൂടുതൽ പഠിച്ച്, നമസ്കാരത്തിന് നമ്മൾ ചൊല്ലുന്ന കാര്യങ്ങൾ അർത്ഥമറിഞ്ഞ് പഠിച്ച് നമ്മൾക്ക് നമസ്കാരത്തോടൊരു താല്പര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കണം. ഒരാളുടെ ജീവിതത്തിൽ നമസ്കാരം കൃത്യമായി കഴിഞ്ഞാൽ അയാളുടെ ദീന് കൃത്യാകുന്ന, ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ നമസ്കാരം കൃത്യമാണെങ്കിൽ അയാളുടെ മതം ഓക്കെയാണെന്ന്. അപ്പൊ നമുക്കൊക്കെ നമ്മുടെ ദീൻ അളക്കണമെങ്കിൽ ആളുകളുടെ സംസാരമല്ല,
മറിച്ച് ഞാനും നിങ്ങളും നമ്മുടെ നമസ്കാരത്തിൽ എങ്ങനെയാണോ അതാണ് നമ്മുടെ ദീൻ. നമസ്കാരം വലിയൊരു തുലാസാണ്, ഒരു മീസാനാണ്, നമ്മുടെ ദീൻ അളന്നു നോക്കാനുള്ള. അത് പള്ളിക്ക് വരുമ്പോൾ മാത്രമല്ല, നമ്മൾ ആ നിസ്കാരത്തിൽ നമ്മളുടെ ഹാവഭാവങ്ങൾ, നമ്മളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ചിന്തകൾ ഒക്കെ അതിൽ പ്രധാനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുത്തിട്ടുള്ളത്. നിസ്കാരത്തിന്റെ കുറച്ച് ശ്രേഷ്ഠതകളും നിസ്കാരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്നതായ ദിക്റുകളും അതിന്റെ അർത്ഥവും, നമ്മൾ നിരന്തരം ചൊല്ലുന്നതാണ് അതിന്റെ അർത്ഥവും, അതേപോലെ തന്നെ അവസാനത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് നിസ്കരിച്ച് കാണിച്ചു തരികയും ചെയ്യുക. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാ ആളുകളും ആദ്യാവസാനം ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നബിമാർക്കും നിർബന്ധമാക്കിയ ഒരു കർമ്മം മാണത്ര നിസ്കാരം. എല്ലാ ഉമ്മത്തിലും നിസ്കാരം ഉണ്ടായിരുന്നു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നബിമാരെ പറ്റി, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി സൂറത്തു ഇബ്രാഹിം നബിയെ പറ്റി പറയുന്നത് കാണാം. സൂറത്ത് ഇബ്രാഹിമിൽ ഇബ്രാഹിം നബിയെ പരാമർശിക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة അല്ലാഹുവേ, എന്റെ രക്ഷിതാവേ, ഇന്നി അസ്കൻതു മിൻ ദുർരിയതി, ഞാൻ എന്റെ മക്കളിൽ നിന്ന്, എന്റെ ദുർരിയത്തിൽ നിന്ന്, സന്താന പരമ്പരകളിൽ നിന്ന് ചിലരെ ഞാൻ താമസിപ്പിച്ചിട്ടുണ്ട്. ബിവാദിൻ ഗൈരി ദീ സർഇൻ, ഈ കൃഷിയൊന്നുമില്ലാത്ത താഴ്വാരത്തിൽ താമസിപ്പിച്ചിട്ടുണ്ട്. ഇൻദ ബൈതികൽ മുഹറം, പവിത്രമാക്കപ്പെട്ട നിന്റെ ഭവനത്തിന്റെ അടുത്താണ് അല്ലാഹുവേ ഞാൻ താമസിപ്പിച്ചിട്ടുള്ളത്. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ലിയുഖീമുസ് സ്വലാ, എന്റെ ലക്ഷ്യം അവർ നമസ്കരിക്കുക എന്നുള്ളതാണ്, നിസ്കാരം നിലനിർത്തുന്നവരാവുക എന്നുള്ളതാണ്. ഇബ്രാഹിം നബിയെ പറ്റി പറയുമ്പോൾ ഒരുപാട് നിസ്കാരത്തെ പറ്റി പരാമർശങ്ങൾ ഖുർആനിൽ കാണാം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകളിൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു പ്രാർത്ഥന, ഏത് ഉപ്പയും ഉമ്മയും മക്കൾക്ക് വേണ്ടി തേടുന്ന ഒരു പ്രാർത്ഥന, റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയതി, അല്ലാഹുവേ, എന്റെ രക്ഷിതാവേ, എന്റെ റബ്ബേ, ഇജ്അൽനി, നീ എന്നെ ആക്കി തീർക്കണമേ, മുഖീമസ് സ്വലാത്തി, നമസ്കാരം നിലനിർത്തുന്നവനാക്കണമേ, വമിൻ ദുർരിയതി, എന്റെ സന്താന പരമ്പരകളിൽ നിന്നും നമസ്കാരത്തെ നിലനിർത്തുന്നവരെ നീ ഉണ്ടാക്കണമേ. റബ്ബനാ വതഖബ്ബൽ ദുആ, അല്ലാഹുവേ, നീ എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. ഇബ്രാഹിം നബിയെ പറ്റി പരാമർശിക്കുമ്പോൾ നമസ്കാരം കാണാം. ഇസ്മായിൽ നബിയെ പറ്റി സൂറത്തുൽ മറിയമിൽ ഒരു ആയത്തുള്ളത്. ഇസ്മായിൽ നബി ഇബ്രാഹിം നബിയുടെ മകനാണല്ലോ. വസ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ, നബിയെ അങ്ങ് ഈ ഗ്രന്ഥത്തിൽ ഇസ്മായിൽ എന്നവരെ പറ്റി ഓർത്തുകൊള്ളുക. ഇന്നഹു കാന സ്വാദിഖൽ വഅദി, അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി, അദ്ദേഹം വാഗ്ദത്തം പാലിക്കുന്നവനാണ്. വാഗ്ദാനം ചെയ്താൽ അത് പാലിച്ചിരിക്കും, വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. വകാന റസൂലൻ നബിയ, അദ്ദേഹം ശ്രേഷ്ഠനായ റസൂലും നബിയുമാണ്. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാ, ഇസ്മായിൽ എന്നവർ തന്റെ കുടുംബത്തെ, തന്റെ ഭാര്യയെ, തന്റെ മക്കളെ നമസ്കരിക്കാൻ കൽപ്പിക്കാറുണ്ടായിരുന്നു. സക്കാത്ത് കൊണ്ടും കൽപ്പിക്കാറുണ്ടായിരുന്നു. ഇസ്ഹാഖിനെ പറ്റി അങ്ങനെ കാണാം. ശുഐബ് നബിയെ പറ്റി നിസ്കാരം നിലനിർത്തുന്ന ആളാണെന്ന് കാണാം. അതേപോലെ തന്നെ ഒരുപാട് നബിമാരെ പറ്റി, സുലൈമാൻ നബിയെ പറ്റി കാണാം, ദാവൂദ് നബിയെ പറ്റി കാണാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാം. മൂസാ നബിക്ക് ആദ്യമായിട്ട് അള്ളാഹു വഹി കൊടുക്കുന്ന ആ താഴ്വാരത്തിൽ ചെല്ലുന്ന സമയത്ത് മൂസാ നബിക്ക് അള്ളാഹു വഹി കൊടുക്കുന്ന വഹീന്റെ വചനങ്ങൾ സൂറത്ത് ത്വാഹയിലുണ്ട്. ഇന്നനി അനല്ലാഹ്, മൂസ തീർച്ചയായും ഞാനാണ് അല്ലാഹ്. അള്ളാഹു സംസാരിച്ച നബിയാണ് മൂസാ നബി, കലീമുല്ലാഹ് എന്നാണ് പേര്. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഇബാദത്തുകൾക്ക് അർഹനായി ആരുമില്ല. ഫഅബ്ദുനി, മൂസാ നീ എന്നെ ആരാധിക്കണം. വഅഖിമിസ് സ്വലാത ലിദിക്രി, മൂസാ നീ എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കരിക്കണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അല്ലാഹു നിസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് കാണാം. ഒരുപാട് നബിമാർക്ക്
ഈസാ നബിയെ പറ്റി പറയുമ്പോ കാണാം, ഈസാ നബിയുടെ സംസാരമാണ്. ഖാല ഇന്നി അബ്ദുല്ലാഹ്. ആ തൊട്ടിലിൽ വെച്ച് ചെറിയ കുട്ടിയായിരിക്കെ മുലകുടി പ്രായത്തിൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിക്കുകയാണ്. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ആതാനിയൽ കിതാബ്. അല്ലാഹു എനിക്ക് ഗ്രന്ഥം നൽകിയിട്ടുണ്ട്. വജഅലനി നബിയ. അല്ലാഹു എന്നെ നബിയായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. വജഅലനി മുബാറകൻ ഐനമാ കുൻതു. ഞാൻ എവിടെയാണെങ്കിലും അല്ലാഹു എന്നെ അനുഗ്രഹീതനാക്കിയിട്ടുണ്ട്. വഔസാനി. അല്ലാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ബിസ്സലാത്തി. നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. വസ്സകാത്തി. സകാത്ത് നൽകാൻ കൽപ്പിച്ചിട്ടുണ്ട്. മാദുംതു ഹയ്യ. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഒരു പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്, മുൻകഴിഞ്ഞു പോയ എല്ലാ നബിമാർക്കും അള്ളാഹു നിർബന്ധമാക്കിയ, അവരോടൊക്കെ അള്ളാഹു കൽപ്പിച്ച മഹത്തരമായ ഒരു ആരാധനയാണ്. അപ്പൊ നൂറ്റാണ്ടുകളുടെ ചരിത്രം, എന്ന് നബിമാരുണ്ടോ അന്ന് തൊട്ട് നിസ്കാരം ഉണ്ടെന്ന് നമ്മൾ പഠിക്കണം. എന്നൊക്കെ നബിമാരുണ്ടോ അന്നൊക്കെ നിസ്കാരമുണ്ട്. അപ്പൊ എത്രയോ കാലത്തിന്റെ ചരിത്രം നമ്മൾ ചെയ്യുന്ന നിസ്കാരത്തിനുണ്ട്. കർമ്മങ്ങൾ ചില വ്യത്യാസം ഉണ്ടാവുന്നതായിരിക്കും, പക്ഷെ ആ കർമ്മം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വല്ലാത്തൊരു കർമ്മമാണ് നിസ്കാരം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. എല്ലാ നബിമാർക്കും അല്ലാഹു നിസ്കാരം കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കുന്നതിൽ ഉൾപ്പെടുത്തട്ടെ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭം, നബി തങ്ങളുടെ ജീവിതം. നബിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് നമസ്കാരവുമായി ഏറെ ബന്ധപ്പെട്ട് എടുക്കുന്ന ഒരു ജീവിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ നമ്മളുടെ ഒരു എല്ലാത്തിനും നമ്മൾക്കുള്ള ഒരു മാതൃക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഈ ഉള്ളവനെ ഏറെ അത്ഭുതപ്പെടുത്തിയ ഒരു ഹദീസ് എന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ചില കാര്യങ്ങളോട് ഇഷ്ടം കൊടുത്തിട്ടുണ്ട്. അത് അത്തറായി, മണവസ്തുക്കളായി അല്ലാഹു ദുനിയാവിൽ ഇഷ്ടം കൊടുത്തിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൺകുളിർമ നൽകി. ആ ഒരു പദപ്രയോഗം നമുക്ക് എപ്പോഴാ കൺകുളിർമ ഇട്ട? ഭയങ്കര സന്തോഷം. ഖുർറത്തു ഐൻ എന്നൊക്കെ പറയണ, നമ്മുടെ മക്കളിൽ നിന്ന് നല്ലത് കണ്ടാൽ നല്ല കൺകുളിർമ കിട്ടും. ആ രൂപത്തിൽ നബിക്ക് അല്ലാഹു കൺകുളിർമ നിശ്ചയിച്ചത്, അല്ലാഹു എനിക്ക് നമസ്കാരത്തിലാണ് കൺകുളിർമ നിശ്ചയിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര ആശ്വാസവും നിസ്കരിച്ചാൽ. ഞാൻ കുറെ പറയല്ല, നബിക്ക് നിസ്കരിച്ചാൽ ഭയങ്കര സന്തോഷവും ഭയങ്കര ആനന്ദവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടും. നിസ്കരിച്ചാൽ എന്ത് വിഷമുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് പോയി നിസ്കരിക്കുന്നു കാണാം. നബവി ഹദീസുകളിൽ, ചരിത്രങ്ങളിൽ എന്ത് വിഷമുണ്ടെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ പോയി നിസ്കരിക്കും. അള്ളാഹിനോട് പറഞ്ഞ് കരഞ്ഞു പറയും. അവിടെ റസൂലുള്ളാഹിന്റെ വിഷമം തീരും. സന്തോഷം ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുക്ർ ചെയ്യാൻ വേണ്ടി നിസ്കരിക്കും. അതേപോലെ തന്നെ എന്തും ആനന്ദം കണ്ടെത്താൻ റസൂലുള്ളാഹിക്ക് നിസ്കാരം ഉണ്ടായിരുന്നു. ഇതൊക്കെ കേവലം നാവുകൊണ്ട് പറയുമ്പോൾ എനിക്ക് പേടിയുണ്ട്, കാരണം നമ്മളൊക്കെ നിസ്കാരത്തെ കുറിച്ച് ഒരുപാട് കേട്ടതാണ്. പക്ഷെ നമ്മൾ നിസ്കരിക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും ആ പഴയ മടി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് മാറ്റാനാ പറയുന്നത്. റസൂലുള്ളാഹി ബിലാലിനോട് പറയുന്ന ഒരു ഖൗൽ നമ്മൾ കേട്ടിട്ടുണ്ട്, അരിഹ്നാ യാ ബിലാൽ ബിസ്സലാ. ബിലാൽ, എനിക്ക് ഞങ്ങൾക്ക് ആശ്വാസം തരുമെന്നാണല്ലോ അതിന്റെ അർത്ഥം. അരിഹ്ന എന്ന് പറഞ്ഞാൽ ആശ്വാസം തരുമെന്നർത്ഥം. എന്താണ് ആശ്വാസം തരണം? നിസ്കരിക്കാൻ ഇഖാമത്ത് കൊടുക്കുക, നബി നിസ്കരിച്ചോളൂ. ബാങ്ക് കൊടുക്കുക, ഇഖാമത്ത് കൊടുക്കുക. അപ്പൊ നിസ്കരിക്കുമ്പോ ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്. നമ്മുടെ സംസാരം ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ സംസാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് ആശ്വാസമായി. അപ്പൊ തീർന്നിട്ട് കഴിഞ്ഞു, ഇത് രണ്ട് നല്ല വ്യത്യാസം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നിസ്കാരം കൊണ്ട് ആശ്വാസം കിട്ടുന്നത് നിസ്കാരം കഴിഞ്ഞിട്ട് തീർന്നു കിട്ടി എന്നുള്ള ആശ്വാസവും രണ്ടാണെന്നാ പറഞ്ഞത്. ആ രണ്ടിൽ ഒന്നാമത്തെ നമുക്ക് കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയ പോലെ. ഒന്ന് കപടന്മാർക്കാണ്, അവർക്ക് നിസ്കരിക്കാൻ ഭയങ്കര മടിയിരിക്കും. കപട വിശ്വാസികൾക്ക് നിസ്കരിക്കാൻ ഭയങ്കര മടിയിരിക്കും. നിസ്കരിക്കുന്നത് ഭയങ്കര ഒരു താല്പര്യം ഉണ്ടാകും. റസൂലുള്ളാഹിയെ പിൻപറ്റുന്ന ആളുകൾക്ക് നിസ്കരിക്കാൻ ഭയങ്കര മധുരമായിരിക്കും, ഭയങ്കര ആശ്വാസമായിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ നിസ്കാരത്തെ കുറിച്ച് സംസാരിക്കുന്നത്, നിസ്കാരത്തിലെ ഓരോ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹിന്റെ ചില ഹദീസുകളിൽ പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരു സന്ദർഭം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. റസൂലുള്ളാഹി മരിക്കാൻ കിടക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ പറഞ്ഞിരുന്നു എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. ഉമ്മു സലമ നബിയുടെ പത്നി പറയുന്ന ഒരു ഹദീസ്,
അന്നഹു കാന ആമ്മത്തു വസിയത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ മൗതിഹി, നബിയുടെ വസിയത്തിന്റെ ഒരു ആകത്തുക, ഉപദേശത്തിന്റെ ആ മരണക്കടക്കയിലുള്ള വസിയത്തിന്റെ ഒരു ആകത്തുക എടുത്താൽ അതെന്താണ്? നിസ്കരിക്കണം കേട്ടോ, നിസ്കരിക്കണം കേട്ടോ. നമ്മുടെ നാട്ടിൽ ചില ആളുകൾക്കൊക്കെ നിസ്കാരത്തോട് മടിയോ, നമ്മുടെ മക്കളുടെ കൂട്ടത്തിലൊക്കെ നിസ്കരിക്കാത്തവരുണ്ടായി. വീട്ടിൽ തന്നെ ഉമ്മയും ഉപ്പയും പറയാതെ പണ്ടൊക്കെ പറഞ്ഞിരുന്നു, നിസ്കാരം ഭയങ്കര ഗൗരവത്തിൽ പറഞ്ഞിരുന്നു. ഇപ്പൊ നിസ്കരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, എപ്പോഴെങ്കിലൊക്കെ നിസ്കരിച്ചാ മതി എന്നുള്ള നിലക്കാണ് നമ്മളുള്ളത്. ശരിക്കും നമസ്കാരം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത്ര നിർബന്ധമാക്കിയിട്ട് കൂടി അതിന്റെ ഗൗരവം നമ്മളുടെ വീടുകളിൽ നഷ്ടപ്പെട്ടു. അള്ളാഹിന്റെ റസൂല് വഫാത്താവാൻ കിടക്കുന്ന സന്ദർഭത്തിലും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് നിങ്ങൾ നിസ്കരിക്കണം കേട്ടോ, നിങ്ങൾ നിസ്കരിക്കണം കേട്ടോ. ആ വസിയ്യത്തും നമ്മളും തമ്മിൽ എത്ര ബന്ധമുണ്ടെന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ തീരെ ബന്ധമില്ലാതായിരിക്കണു എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുഅ്മിനും കാഫിറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നിസ്കാരമാണ്. നിസ്കരിക്കുന്നുണ്ടോ അയാളുടെ ദീനൊക്കെ കുറെ പേരുണ്ട് നമുക്ക്, മുഹമ്മദ്, അബൂബക്കർ എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിക പേരുണ്ട് നമുക്ക്. പക്ഷെ നമ്മളോ ആരും നിസ്കരിക്കണില്ലെങ്കിൽ ആ പേരുകൊണ്ടൊന്നും കാര്യമില്ല. നിസ്കരിക്കാത്തവന് ഇസ്ലാമിൽ വലിയ സ്ഥാനമൊന്നുമില്ല എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. ഞാൻ പറയണത് നിങ്ങൾ ആരും നിസ്കരിക്കാത്തവരായതുകൊണ്ടൊന്നല്ല ഇങ്ങനെ പറയണം. പക്ഷെ നമ്മുടെ ഉമ്മത്തിൽ ചില ആളുകൾക്ക് നിസ്കാരത്തോട് മടുപ്പ് വന്നു തുടങ്ങി. ഞാനിപ്പോ എന്റെ നാട്ടിൽ നിന്നൊരു സംസാരം കേട്ടത് ഇങ്ങനെയാണ്, അതായത് ഇടക്കിടക്കൊക്കെ ഒന്ന് നിസ്കരിച്ചാൽ മതി, ഒന്ന് കുമ്പിട്ടാ മതി, അത്രയൊക്കെ വേണ്ടുള്ളൂ, വേറെ ആവശ്യമൊന്നുമില്ല. എല്ലാരും പള്ളിക്ക് വരുമ്പോ ഒന്ന് പള്ളിയിൽ പോയാൽ മതി. ഈ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമാണ് എന്ന് ഓർമ്മപ്പെടുത്താണ്. നിസ്കാരമില്ലാത്തവന് ദീനില്ല, നിസ്കാരമില്ലാത്തവന് ദീനില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് സൂചിപ്പിക്കാനും പറയാനുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം നമുക്കും അതേപോലെ ആകാൻ, നമ്മൾ നിസ്കരിച്ചിട്ട് കരയാൻ, നമുക്ക് അള്ളാഹുവിനോട് ഭയങ്കര ഇഷ്ടം തോന്നാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു തൗഫീഖ് ചെയ്താലേ നമുക്ക് നല്ല രൂപത്തിൽ നിസ്കരിക്കാൻ പറ്റും. ഒന്നാമത്തെ പോയിന്റ്, അള്ളാഹു ഒരാൾക്ക് തൗഫീഖ് കൊടുക്കാതെ അയാൾക്ക് നല്ല രൂപത്തിൽ നിസ്കരിക്കാൻ കഴിയില്ല. ഒരാൾ ഭയങ്കരമായി പണിപ്പെട്ടു അധ്വാനിച്ചു, പക്ഷെ അയാൾക്കൊന്നും നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പല കാര്യങ്ങളോ, കച്ചവട കാര്യങ്ങൾ ഓർമ്മ വരിക, വീട്ടിലത്തെ കാര്യങ്ങൾ ഓർമ്മ വരിക, എന്തൊക്കെയോ വായിച്ചത് ഓർമ്മ വരിക. പലരെയും പല നിലക്കാണ് ശൈത്താൻ പറ്റി. ശൈത്താന്റെ വലിയ കുതിർത്തിപ്പെട്ട നിസ്കാരത്തിൽ തെറ്റില്ല. നിസ്കാരം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി ഇമാം എന്ത് ഓതിന്ന് പോലും അറിയാതെ നമ്മൾ എന്ത് ചെയ്യും, സലാം വിടും. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടും. അതൊക്കെ വളരെ അപകടമാണ്. അതൊക്കെ മാറി. അപകടം എന്ന് പറയുമ്പോൾ നമ്മളിലൊക്കെ അപകടം ഉണ്ട്, ആണ് പ്രശ്നം. അപകടം എന്ന് പറയുമ്പോൾ നമ്മളിലൊക്കെ അപകടം ഏറി കുറഞ്ഞ നമ്മളിലൊക്കെ ഉണ്ട് അപകടം. നിസ്കരിക്കാൻ നമുക്കൊന്നും ഓർമ്മയില്ല, നമുക്ക് പല കാര്യങ്ങളും ഓർമ്മ വരും. അതിന് ഒന്ന് വേണ്ടത് അള്ളാന്റെ തൗഫീഖാണ്. അതിനപ്പുറം വേറെ ഒന്നുമില്ല, വേറൊരു മാർഗമല്ല. ഞാൻ ഈ പറയാൻ പോകുന്ന ദിക്റുകളും അതിന്റെ അർത്ഥമൊക്കെ ആലോചിച്ചാലും അള്ളാഹു തൗഫീഖ് ചെയ്യാതെ ഒരാൾക്ക് നല്ല രൂപത്തിൽ നിസ്കരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിന്റെ ആത്മീയ വശം മാത്രം എടുക്കണം. നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായതുകൊണ്ടാണ് പറയണത്. ഇതിൽ ചെറിയ കുട്ടി തൊട്ട് വലിയ വയസ്സായ ആളുകൾക്ക് വരെ ഇതിൽ ഏറ്റവും നമ്മൾ എന്നും ബന്ധപ്പെടുന്ന സംഭവം ആയതുകൊണ്ടാണ് ഈ പറയണത്. ഞാൻ ഇസ്തിരിട്ട് തേച്ച് എനിക്ക് പറയാത്തത് നമുക്കൊക്കെ അറിയുന്ന കാര്യമായതുകൊണ്ടാണ്. നമ്മൾ എഴുന്നേറ്റ് നിസ്കരിക്കാൻ നിൽക്കുമ്പോ നമ്മൾ ആദ്യം ഒന്നു കൊടുക്കും. അത്രത്തോളം പ്രാധാന്യം അള്ളാഹുവിന്റെ റസൂൽ നിസ്കാരത്തിന് കൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അള്ളാഹു ഷറാക്കി നിസ്കരിക്കാൻ നിൽക്കുന്ന ഒരാളുടെ ഒരു അശുദ്ധിയും അയാളിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് വെച്ചു. ഒരശുദ്ധി ഉണ്ടാവാൻ പാടില്ല, ചെറിയ അശുദ്ധി ഉണ്ടാവാൻ പാടില്ല, വലിയ അശുദ്ധി ഉണ്ടാവാൻ പാടില്ല, ഒരു നിലക്കുമുള്ള കളങ്കങ്ങളും അയാളെ ബാധിക്കാൻ പാടില്ല. അതായത് അയാള് ഭാര്യയുമായി ബന്ധപ്പെട്ട ആളാണെങ്കിൽ ജനാബത്ത് കുളിക്കൽ നിർബന്ധമാണ്. അതേപോലെ തന്നെ അയാള് മൂത്രയിച്ച്, അതേപോലെ തന്നെ അല്ലെങ്കിൽ കാഷ്ടിച്ച് ആ രൂപത്തിൽ അശുദ്ധി വന്നു പോയിട്ടുണ്ടെങ്കിൽ ഒബു എടുത്തു വേണം നിസ്കരിക്കാൻ. വായ വൃത്തിയാക്കണം, കൈ വൃത്തിയാക്കണം, മുഖം വൃത്തിയാക്കണം. അത്തരത്തിലുള്ള കൽപ്പനകൾ നമ്മൾ കാണാം. ഭയങ്കര അത്ഭുതമാണ്. ആലോചിച്ചാൽ ഭയങ്കര സന്തോഷമാണ്. അള്ളാഹിനെ കാണാനാണല്ലോ പോണത്, അള്ളാഹുവിനോട് സംസാരിക്കാനാണ് പോണതെന്നുള്ള ആശ്വാസം. പക്ഷെ നമ്മൾ പലപ്പോഴും അതിന്റെ ഒരു ബാഹ്യമായ ഒരു അവസ്ഥയിൽ നിന്നിട്ട് അതിന്റെ പ്രവൃത്തികളെ കുറിച്ചോ വാക്കുകളെ കുറിച്ചോ ചിന്തിക്കാറില്ല. നിസ്കാരത്തിന്റെ നമ്മൾ ഒന്നുകൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ വലിയ ചിന്തയൊന്നുമില്ല. എല്ലാവരും നിസ്കരിക്കുന്നുണ്ട്, എല്ലാവരും ഒന്നുകൊടുക്കണം, നമ്മൾ ഒന്നുകൊടുത്തു. ശരിക്കും ഇത് ആലോചിച്ച് ഒന്നുകൊടുത്താൽ നമുക്ക് നല്ല കൂലിട്ടു. നമ്മൾ അള്ളാഹു പറഞ്ഞുകൊണ്ട് ഒന്നുകൊടുക്കുകയാണ്, അപ്പൊ നീയത്തിന് ഭയങ്കര കൂലിട്ടു. നമ്മൾ ഒന്നുകൊടുത്ത് വൃത്തിയായി ശുദ്ധിയുള്ള സ്ഥലത്താണ് നമ്മൾ നിസ്കരിക്കുന്നത്, പള്ളിയിൽ ജമാഅത്തായിട്ടാണ് നിസ്കരിക്കുന്നത്, നമ്മുടെ വസ്ത്രത്തിലും തന്നെ നജസില്ല, അതൊക്കെ ഉറപ്പിച്ചാണ് നമ്മൾ നിസ്കരിക്കുന്നത്. അപ്പൊ അത്രത്തോളം ഗൗരവം അള്ള നിസ്കാരത്തിന് കൊടുത്തിട്ടുണ്ടെന്നാണ്.
നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചരിത്രമാണ്. ആദ്യം അള്ളാഹു ഫർളാക്കി എത്ര വഖ്ത് നിസ്കാരം? 50 വഖ്ത് നിസ്കാരം അള്ളാഹു സുബ്ഹാനഹു വ തആല ഫർളാക്കി. 50 വഖ്ത് നിസ്കാരം ഫർളാക്കി. റസൂൽ 50 വഖ്ത് നിസ്കാരം വാങ്ങി പോരുന്ന സമയത്താണ് അള്ളാഹുവിന്റെ ചില അദൃശ്യ ലോകത്ത് നടന്ന സംഭവങ്ങളാണ്. ആ ലോകത്ത് നടന്ന സംഭവങ്ങളാണ്. മൂസാ നബി റസൂലുള്ളാഹിനെ കണ്ടുമുട്ടി. മൂസാ നബിയും റസൂലും തമ്മിലുള്ള സംഭാഷണം നമുക്കറിയാം. മൂസ അലൈഹിസ്സലാം പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ബനൂ ഇസ്രായേലിനെ ഒരുപാട് അനുഭവിച്ചറിഞ്ഞൊരു മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളെ ഉമ്മത്തിന് 50 വഖ്ത് കഴിയൂല എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി ചെന്നു, അങ്ങനെ ചുരുക്കി, പിന്നെയും ചെന്നു, പിന്നെയും ചുരുക്കി, അവസാനം 5 സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട് പിന്നെ പോവാൻ എനിക്ക് മടിയായി എന്നുള്ളതാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല 5 നിസ്കരിച്ചാൽ 50ന്റെ കൂലിയായിരുന്നു. ഒരു നന്മക്ക് 10 കൂലിയാണ്. അപ്പൊ ഒരു നിസ്കാരത്തിന് 10 നിസ്കാരത്തിന്റെ കൂലിയാണ്. 5 നിസ്കാരം, 5 ഫർള് നിസ്കാരത്തിന് 50 വഖ്ത് നിസ്കാരത്തിന്റെ കൂലി അത് നമുക്ക് വരും. അള്ളാന്റെ ഈ ഉമ്മത്തിനോടുള്ള വല്ലാത്ത കരുണയാണ്. അൽ ഹസനത്തു ബിഅശ്രി അംസാലിഹാ. ഒരു നന്മ ചെയ്താൽ 10 കൂലി, ഒരു സുബ്ഹാനല്ലാഹ് 10 കൂലി. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തും. തരുന്നു പറഞ്ഞാൽ തരും, അള്ളാഹ് രേഖപ്പെടുത്തും പറഞ്ഞാൽ രേഖപ്പെടുത്തും. അള്ളാഹു നമ്മളെ രേഖപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഞാൻ നിസ്കാരത്തിന്റെ ഓരോ ദിക്റുകളിലേക്ക് കടക്കാണ്. ഇന്ന് നമുക്ക് പൂർത്തിയാക്കി പറയാൻ സാധിക്കൂല, അതുകൊണ്ട് ഇന്ന് പോകുന്നത് വരെ പോട്ടെ, നാളെ ബാക്കി പറയാം ഇൻഷാ അല്ലാഹ്. ഇന്ന് നിസ്കാരത്തിന്റെ ഓരോ നമുക്ക് അറിയാവുന്ന ദിക്റുകൾ കുറച്ചിങ്ങനെ ചൊല്ലി പോവാം. എല്ലാവർക്കും അറിയുന്നത് മതി. നമ്മളിങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ആദ്യം ബാങ്കും ഇഖാമത്തിനൊക്കെ ശേഷം നമ്മൾ നിസ്കാരത്തിൽ ആദ്യമായിട്ട് എന്താ ചെയ്യാ? നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കും. തക്ബീറത്തുൽ ഇഹ്റാം എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മള് ഇതില് ഹജ്ജിനും ഉംറക്കൊക്കെ പോയവർ കൈവക്കി, ഹജ്ജിനും ഉംറക്കൊക്കെ പോയവർ കൈവക്കി. മാഷാ അല്ലാഹ്, കുറെ ആളുകൾ പോയി അൽഹംദുലില്ലാഹ്. നമ്മള് മുഹരിമാകുന്ന ഒരു അവസ്ഥ, ഇഹ്റാം കിട്ടും. ഹജ്ജിനും ഉംറക്കൊക്കെ പോയാൽ എന്ത് ചെയ്യും? നമ്മൾ ഇഹ്റാം കിട്ടും. എന്താണ് അതിന്റെ അവസ്ഥ? അതുവരെ നമ്മൾക്ക് ഹലാലായിരുന്ന പലതും ഇപ്പൊ നമ്മൾ ഇഹ്റാം കെട്ടിയതോടുകൂടി എന്തായി? നമ്മൾക്ക് ഹറാമായി മാറി. അത്രത്തോളം പവിത്രത ഹജ്ജിന് ഉംറക്കുണ്ട് എന്നർത്ഥം. മീഖാത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? മീഖാത്തിൽ അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ മുഹരിമായിരിക്കണം പോകേണ്ടത്. അതേപോലെ തന്നെ നിസ്കാരം വളരെ വലിയൊരു ഇബാദത്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം നമ്മൾക്ക് ഇതുവരെ അനുവാദിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി എന്തായി? നമ്മൾക്ക് അനുവാദമില്ലാതെ. അതാണ് ആ ഒരു പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നമുക്ക് നിസ്കാരത്തിന് മുമ്പ് നിസ്കാരത്തിൽ പൊട്ടിച്ചിരിക്കാൻ പാടില്ല. നമുക്ക് സംസാരിക്കായിരുന്നു പരസ്പരം, നിസ്കാരത്തിൽ സംസാരിക്കാൻ പാടില്ല. നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കി ആകാശത്ത് നോക്കായിരുന്നു, പക്ഷെ നിസ്കാരത്തിൽ പാടില്ല. നമുക്ക് ഓരോ കുത്തി നിൽക്കായിരുന്നു, പക്ഷെ നിസ്കാരത്തിൽ പാടില്ല. അങ്ങനെ നമ്മൾക്ക് അനുവദിക്കപ്പെട്ട പല കാര്യങ്ങളും ഈ ഇബാദത്തിന്റെ മഹത്തരമായ ഇബാദത്തിലൂടെ നമ്മൾ കൈകെട്ടുന്നതിലൂടെ നമുക്ക് എന്തായി പോയി? നമുക്ക് അനുവദിക്കപ്പെടാതെ പോയി. അത്രത്തോളം പവിത്രത ഈ നിസ്കാരത്തിനുണ്ടെന്നാണ്. നിസ്കാരത്തിൽ കളിക്കാൻ പാടില്ല, കാരണം നമ്മൾ അള്ളാന്റെ മുമ്പിലാണ് നിൽക്കണം. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന ദിക്റുകളും ശ്രദ്ധിക്കണം, നമ്മൾ ആ നൃത്തവും ശ്രദ്ധിക്കണം. നമ്മൾ അള്ളാഹുവിനോട് നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട 2 കാര്യങ്ങളാണ് ഇത്ര. ഒന്ന് ബഹുമാനം. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ അള്ളാഹിനോടുള്ള തഅലീം വെളിവാകണം എന്നാ പറയാം. തഅലീം വെളിവാകണം. അതിന് നമ്മൾ നിന്ന് ബഹുമാനം കാണിക്കും, കുമ്പിട്ട് ബഹുമാനം കാണിക്കും, മുഖം നിലത്ത് കുത്തി ബഹുമാനം കാണിക്കും, അങ്ങനെയൊക്കെ ബഹുമാനം കാണിക്കും. ആദ്യം നമ്മൾ നിന്നുങ്ങാണ്ടാണ് അള്ളാഹ്ക്ക് ബഹുമാനം കാണിക്കുന്നത്. അപ്പൊ ആ നൃത്തത്തിന് അർത്ഥമുണ്ട്. നമ്മൾ വെറുതെ നിൽക്കല്ല, ആ നൃത്തത്തിന് പോലും അർത്ഥമുണ്ട്. അതാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം കിട്ടാനുള്ളത്. അത് വല്ലാത്ത തഅലീമാണ്. അള്ളാഹിനെ ബഹുമാനിക്കാൻ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു അർത്ഥം നമ്മുടെ നിസ്കാരത്തിൽ ഇല്ല എങ്കിൽ നമ്മൾ നിസ്കരിച്ചിട്ട് വലിയ കാര്യമില്ല. കാരണം നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കാനും അള്ളാഹിനെ ബഹുമാനിക്കാനുമാണ് നിസ്കരിക്കുന്നത്. അള്ളാഹിനോടുള്ള സ്നേഹം അവിടെ ഒളിവാകണം, അള്ളാഹുവിനോടുള്ള പേടി അവിടെ ഒളിവാകണം, അള്ളാഹുവിനോടുള്ള ബഹുമാനം അവിടെ ഒളിവാകണം. ആ നൃത്തത്തിൽ നമുക്ക് ബഹുമാനം തോന്നലുണ്ടോ എന്ന് ആലോചിച്ചോക്കാണ്. നമ്മൾ നിൽക്കുമ്പോ ബഹുമാനം തോന്നുന്നുണ്ടോ? ഇബാദത്ത് ആകണമെങ്കിൽ ഒരു തഅലീം ഉണ്ടാകും, നമ്മുടെ നിന്യത വെളിവാകണം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ കാഫിയത്തു ഷാഫിയ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ഇബാദത്ത് എന്ന് പറയുന്ന പദത്തെ വ്യാഖ്യാനിക്കുന്നത് ഇപ്രകാരമാണ്. എങ്ങനെ? ഇബാദത്തുർ റഹ്മാനി ഗായത്തു ഹുബ്ബിഹി മഅദുല്ലി ആബിദിഹി ഹുമാ ഖുതുബാനി وعليهما فلك العبادة دائر ما دام حتى قامت القطبان. ഇബാദത്തുർ റഹ്മാൻ,
റഹ്മാനാകുന്ന രക്ഷിതാവിനോട്, അള്ളാഹുവിനോട്, കാരുണ്യവാനോട് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഗായത്തു ഹുബ്ബിഹി, നീ ആ റബ്ബിനെ, ആ രക്ഷിതാവിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടുകൊണ്ട് നിൽക്കണം. അള്ളാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഭയങ്കര സ്നേഹം കാണിക്കണം. മഅദുല്ലി ആബിദിഹി, നിന്റെ നിന്യത നീ അവിടെ വെളിവാക്കണം. ആരാധിക്കുന്ന ആള് വെളിവാക്കണം. ഹുമാ ഖുതുബാനി, അത് ഇബാദത്തിന്റെ രണ്ട് ആക്സസുകളാണ്, രണ്ട് അച്ചുതണ്ടുകളാണ്. അതിലാണ് ഇബാദത്ത് കറങ്ങുന്നത്. അവിടെയാണ് ഇബാദത്ത് ഉണ്ടാവുക. നമ്മൾ നല്ല ബഹുമാനം, ആ നൃത്തം ബഹുമാനാണ്. നമ്മൾ ആദ്യം എന്താ പറയാ? അല്ലാഹു അക്ബർ എന്ന് പറയാം. അല്ലാഹു അക്ബർ. നമ്മൾ ഓരോന്ന് പറയട്ടോ. അല്ലാഹു അക്ബർ എന്നാണ് ആദ്യം പറയാം. എന്താ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ? അതിന്റെ അർത്ഥം അല്ലാഹു അക്ബറു എന്ന് പറഞ്ഞാൽ അല്ലാഹു എല്ലാത്തിനേക്കാളും വലിയവനാണ് എന്നാണ് അതിന്റെ അർത്ഥം. കിബിരിയാ എന്ന് പറയുന്ന വിശേഷണം, അതായത് വലിപ്പം, അള്ളാഹുവിന്റെ പെരുപ്പം, വലിപ്പം, അത് രണ്ടർത്ഥമാണ് അതിന് പണ്ഡിതന്മാര് പ്രധാനമായിട്ടും തക്ബീറത്തുൽ ഇഹ്റാമിൽ ആ പദത്തിന് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ അർത്ഥം അതിന്റെ ബാഹ്യമായ അർത്ഥം തന്നെ, എല്ലാത്തിനേക്കാളും വലുത് ആരെന്നെയാണ്? അള്ളാഹു തന്നെയാണ്. അള്ളാഹുവിന്റെ കിബിരിയ അത്ര വലുപ്പമുണ്ട്. ഓർമ്മയുണ്ട് ഈ ഒരു പദം നമ്മുടെ ഉസ്താദ് മാലിക് സലഫി ഉസ്താദ് പഠിപ്പിക്കുമ്പോൾ ഈ ഒരു അർത്ഥം അതിനുണ്ട്. അള്ളാഹുവിന്റെ അർശിന്റെ വലുപ്പം നമുക്കറിയാം, അള്ളാഹിന്റെ കുർസിന്റെ വലുപ്പം നമുക്കറിയാം. അള്ളാഹു എല്ലാവരെക്കാളും വലിയവനാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ ബഹുമാനം അറിയാതെ വരും, ആ പദത്തിലൂടെ ബഹുമാനം അറിയാതെ വരും. അതുകൊണ്ടാണ് ഈ പദം നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കണം. അള്ളാഹു അക്ബർ നമ്മൾ മനസ്സറിഞ്ഞ് പറയുന്നുണ്ടെങ്കിൽ അള്ളാഹിനോടുള്ള ബഹുമാനം ഇടക്കിടക്ക് നമ്മൾ കയറി വരും. അള്ളാഹു അക്ബർ, അള്ളാഹു എല്ലാത്തിനേക്കാളും വലിയവനാണ്, അള്ളാഹു എല്ലാത്തിനേക്കാളും വലിയവനാണ്, എല്ലാത്തിനേക്കാളും വലുത് അള്ളാഹു. അള്ളാഹുവിനോളം പോകുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ, അതാണ് രണ്ടാമത്തെ അർത്ഥം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനം അള്ളാഹു ആണ്. അങ്ങനെ അർത്ഥത്തിനുണ്ട്. നമുക്ക് ഏറ്റവും വലുത് അള്ളാഹു ആണ്. അത് നമ്മൾ മനസ്സ് ചിന്തിക്കലുണ്ടോ എന്നാണ് ചോദ്യം. നമ്മൾ അള്ളാഹു അക്ബർ പറയുമ്പോൾ ഞാനോ നിങ്ങളോ ഇത് ഞാൻ നിർത്തി അള്ളാഹിനെ ബഹുമാനിക്കാനാണ് നിൽക്കുന്നത്, അള്ളാഹിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കണം. ഞാൻ അള്ളാഹു അക്ബർ പറയുമ്പോൾ എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് എന്റെ ഭാര്യയെക്കാളും, മക്കളെക്കാളും, കുടുംബത്തെക്കാളും, ഉമ്മനെക്കാളും, ഉപ്പനേക്കാളും, ലോകത്ത് ഞാൻ വലുതായി കാണുന്ന എന്തെല്ലാം ഉണ്ടോ അതിനേക്കാളൊക്കെ വലുത് എനിക്ക് എന്റെ റബ്ബാണ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളത് പ്രഖ്യാപിക്കുകയാണെങ്കിൽ, അത് നമ്മുടെ കൽബിൽ തട്ടിയിക്കണമെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ ആ ആശയമുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ വല്ലാത്തൊരു മാറ്റം ഉണ്ടാവും. ആ ഒറ്റ പദം കൊണ്ട് തന്നെ, അള്ളാഹു അക്ബർ എന്നുള്ള പദം കൊണ്ട് തന്നെ നമ്മൾ മാറും. അതുകൊണ്ടാണ് റസൂലുള്ള ഒരുപാട് പ്രോത്സാഹിപ്പിച്ച ഒരു പദമാണ് ആ പദം. അള്ളാഹു അക്ബർ എന്നുള്ള ഒരു ബഹുമാനം സൂചിപ്പിക്കാനുള്ള പദമാണല്ലോ. അത് റസൂൽ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. റസൂൽ പറഞ്ഞു നമസ്കാര ശേഷം 33 തവണ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, 34 തവണ അള്ളാഹു അക്ബർ ചൊല്ലണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ അള്ളാഹു അക്ബർ ചൊല്ലണം. അങ്ങനെ തീ കാണുമ്പോൾ അള്ളാഹു അക്ബർ പറ. അള്ളാഹിനേക്കാൾ വലുതായി ഒന്നുമില്ല എന്നുള്ള പ്രഖ്യാപനം. ദിവസത്തിൽ നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ അള്ളാഹു അക്ബർ എത്രയോ തവണ പറയുന്നുണ്ട്. ഇഖാമത്തിൽ എത്രയോ തവണ നമ്മൾ അള്ളാഹു അക്ബർ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തവണ നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ആ പദം നമ്മൾ ആവർത്തിക്കുന്നുണ്ട്. ഈ പറയുമ്പോഴൊക്കെ സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുള്ള അള്ളാഹിന്റെ വലുപ്പത്തെ പറ്റി? അങ്ങനെ ആലോചിച്ചിരുന്നെങ്കിൽ, നമ്മൾ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മുടെ മനസ്സെത്ര വൃത്തിയാകുമായിരുന്നു, നമ്മൾ അള്ളാഹുവിനോട് എത്ര കണക്റ്റഡ്, എത്ര ബന്ധമുള്ളവരാകുമായിരുന്നു. അള്ളാഹു അക്ബർ, അള്ളാഹു എല്ലാത്തിനേക്കാളും വലിയവനാണ്. അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനേക്കാളും വലുത് അള്ളാഹു ആയിത്തീരും. നമുക്ക് പലപ്പോഴും നമ്മുടെ മുൻഗാമികളുടെ ജീവിതത്തെ പറ്റി പറയുമ്പോൾ, ഞാൻ തന്നെ ഇവിടെ പറഞ്ഞത് നിങ്ങളോട്, മുൻഗാമികളുടെ ജീവിതത്തിൽ 98% ദീനും 2% ദുനിയാവിന്റെ വിഷയത്തിന് താല്പര്യം കൊടുക്കണം. 98% ദീനിന്, 2% ദുനിയാവിന്. അത് എല്ലാത്തിനേക്കാളും വലിയ നിസ്കാരമാകും. അല്ലെ, നിസ്കാരം അത് കഴിഞ്ഞിട്ട് ബാക്കി ഒന്നും ഉണ്ടാവുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് ഒഴിവുണ്ടെങ്കിൽ, സമയം ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ദീനിലേക്ക് പോകും. നമ്മളെ മേത്തേക്ക് തട്ടുന്നതാണെങ്കിൽ, അങ്ങനെയാണ് മലപ്പുറം പറയൂലേ, നമ്മളെ മേത്തേക്ക് തട്ടാണെങ്കിൽ നമ്മൾ എടുക്കൂല. അത് പറ്റൂല. കാരണം നമുക്ക് ഏറ്റവും വലിയ നിസ്കാരമായിരിക്കണം. കാരണം നമ്മൾ അള്ളാഹുവിനോട് സംസാരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അവസരം കൂടിയാണ് അത്. ആ അവസരത്തെ നമ്മൾ ഉപയോഗിക്കണം. എല്ലാ നബിമാരും ഇത് ചെയ്തിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ആസ്വദിച്ച് നിസ്കരിക്കുമായിരുന്നു. നബി തങ്ങൾ കരയുമായിരുന്നു. സ്വർഗത്തിന്റെ ആയത്ത് വരുമ്പോൾ നബി തങ്ങൾ സ്വർഗം ചോദിക്കുമായിരുന്നു. നരകത്തിന്റെ ആയത്ത് വരുമ്പോൾ റസൂലുള്ള നരകത്തെ തൊട്ട് രക്ഷ തേടുമായിരുന്നു. റസൂൽ കൃത്യമായി പള്ളിയിലെത്തുമായിരുന്നു. നബി തങ്ങൾ അവസാനം മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ കാലിൽ എഞ്ഞിട്ടാണെങ്കിലും രണ്ടാളുകളുടെ തോളിൽ കൈ ചുറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു വരുമ്പത്തിൽ നമ്മൾ ദീൻ ഇങ്ങനെ മാറ്റി വെക്കാൻ, നമുക്ക് ഏറ്റവും വലുത് റബ്ബാണ്. അതിനേക്കാൾ പ്രധാനം നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല.
അള്ളാഹു അക്ബർ എന്ന പദം നമ്മളുടെ ഉള്ളിലെ അഹങ്കാരത്തെ ഇല്ലാതാക്കും, നമ്മുടെ ഉള്ളിലെ കിബിറിനെ ഇല്ലാതാക്കും. വലിയ മരുന്നാണ്. അത് മാത്രമല്ല, നമുക്ക് അള്ളാഹുവിനോട് നല്ല സ്നേഹം ഈ പദം തരും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ബഹുമാനിക്കാൻ ഈ പദം നമ്മളോട് പറയും. അങ്ങനെ നമ്മൾ നിന്ന് അള്ളാഹിനെ ബഹുമാനിക്കും. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കും. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. ഞാൻ ആ തക്ബീർ പദത്തിന്റെ കൂടുതൽ അർത്ഥതലങ്ങളിലേക്ക് പോകുന്നില്ല. എന്തായാലും ഈ രണ്ടർത്ഥങ്ങൾ നമ്മൾ ആലോചിക്കാം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹ് എല്ലാത്തിനേക്കാളും വലുതാണ്. അള്ളാഹുവിന്റെ അർശിന്റെയും കുർസിന്റെ ഒക്കെ വലിപ്പം നമ്മൾക്കറിയാം. അതേപോലെ അള്ളാഹു എല്ലാത്തിനേക്കാളും വലുതാണ്. അതേപോലെ തന്നെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലുതിന്റെ റബ്ബാണ്. ഇത് നമ്മളുടെ മക്കളുടെ മനസ്സിലുണ്ടെങ്കിൽ, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഈ ആശയം നമ്മുടെ മക്കളുടെ മനസ്സിലുണ്ടെങ്കിൽ, നിങ്ങൾ അവനെ ഏത് സ്കൂളിലേക്ക് പറഞ്ഞയച്ചാലും ധൈര്യത്തോടെ നമുക്ക് പറഞ്ഞേക്കാം നമ്മളെ കുട്ടിനെ. കാരണം അവന്റെ മനസ്സിൽ ഏറ്റവും വലിയ സ്ഥാനം അവന്റെ റബ്ബിനേക്കും. ഏറ്റവും വലിയ സ്ഥാനം അള്ളാഹ്ക്ക്. എല്ലാത്തിനേക്കാളും വലുത്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തവൻ ചെയ്യൂല. കാരണം അല്ലാഹു അക്ബർ അത് ഉമ്മ പഠിപ്പിച്ചു കൊടുത്താൽ മതി, ഉപ്പ പഠിപ്പിച്ചു കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ഈ കേൾക്കുന്ന വാർത്തകളൊക്കെ നമ്മളെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്നുണ്ടെങ്കിൽ മക്കൾ അള്ളാഹിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്താൽ മതി. അല്ലാഹു അക്ബർ, അള്ളാഹു ഇങ്ങനെയാണ്, അള്ളാഹു ഇങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുത്താൽ മതി. നമ്മൾ എന്നിട്ട് പ്രാരംഭ പ്രാർത്ഥന ചൊല്ലും. പ്രാരംഭ പ്രാർത്ഥന ഇതിൽ വജ്ജഹത്ത് ചൊല്ലുന്നവരെ ആരൊക്കെയാ? കൈവക്കിയേ. വജ്ജഹത്ത് ചൊല്ലുന്നവർ ഒറ്റാള് മാത്രം. 4-5 ആൾക്കാർ. അല്ലാഹുമ്മ ബാഇദ് ബൈനി ചൊല്ലുന്നവർ 3-6 ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക വ തബാറക ഇസ്മുക വ തആല ജദ്ദുക വ ലാ ഇലാഹ ഇല്ലക അത് ചൊല്ലുന്നു. പിന്നെ ഈ വജ്ജഹത്ത് മുസ്ലിമി വരെ ചൊല്ലണോലെ അതോ ഫുള്ള് ചൊല്ലോ? വജ്ജഹത്ത് ഫുള്ള് ചൊല്ലോ? ഫുള്ള് ചൊല്ലുന്നവർ കൈവയ്ക്കണം. സുന്നസ്കാരത്തിലൊക്കെ ഫുള്ള് മാഷാഅല്ലാഹ് വജ്ജഹത്ത് ഫുള്ള് ചൊല്ലും. അൽഹംദുലില്ലാഹ്. അല്ലാഹു ബാഇദ് ബൈനി ചൊല്ലും. റസൂലുള്ളാഹിൽ നിന്ന് ഒരുപാട് പ്രാരംഭ പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ മനസ്സിലുള്ള ഒരു 3-4 നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ അർത്ഥം പറഞ്ഞു പോവാം. ആദ്യം അല്ലാഹു ബാഇദ് ബൈനി ആയിക്കോട്ടെ. അല്ലാഹുമ്മ ബാഇദ് ബൈനിന്റെ അർത്ഥം പറഞ്ഞു പോവാം. അല്ലാഹുമ്മ ബാഇദ് ബൈനി. അല്ലാഹുമ്മ എന്നർത്ഥം യാ അല്ലാഹ് എന്നർത്ഥം. യാ അല്ലാഹ്, അല്ലാഹുവേ എന്നാണ് അതിന്റെ അർത്ഥം. ആ മീം യാന് പകരം വന്നതാണ്. അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ യാ അല്ലാഹ് എന്നർത്ഥം. യാ അല്ലാഹ്, ഹേ അല്ലാഹ്, അല്ലാഹുമ്മ. ബാഇദ് എന്ന് പറഞ്ഞാൽ നീ അകൽച്ച ഉണ്ടാക്കണം, ബുഅദ് ഉണ്ടാക്കണം, ദൂരം ഉണ്ടാക്കണം. അതാണ് ബാഇദ് എന്നതിന്റെ അർത്ഥം. നീ ദൂരം ഉണ്ടാക്കണം. ഞാൻ ഇങ്ങനെ മുറിച്ചെന്നെ പറയാനുള്ള അർത്ഥം നമ്മുടെ മനസ്സിൽ അത്രയെങ്കിലും ആശയം ഉണ്ടാകാൻ. അല്ലാഹുമ്മ, അല്ലാഹുവേ. ബാഇദ്, നീ വിദൂരതയുണ്ടാക്കണമേ. ബൈനി, എനിക്കിടയിലും വബൈന ഖതായായി, എന്റെ തെറ്റുകൾക്കിടയിലും നീ ദൂരം ഉണ്ടാക്കണമേ. കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. മശ്രിഖ് ഉദയസ്ഥാനം, മഗ്രിബ് അസ്തമയസ്ഥാനം. ഉദയസ്ഥാനത്തിനും അസ്തമയസ്ഥാനത്തിനും ഇടയിൽ നീ വിദൂരതയുണ്ടാക്കിയിട്ടുണ്ട്. കിഴക്കും പടിഞ്ഞാറും നല്ല ദൂരം ഉണ്ടല്ലോ, നല്ല ദൂരം. അത്രയും വിദൂരത എനിക്കും എന്റെ തെറ്റുകൾക്കും ഇടയിൽ നീ ഉണ്ടാക്കി തരണേ അല്ലാഹ്. അത്രയും വിദൂരത ഉണ്ടാക്കി തരണം. നമ്മൾ ഒരുപാട് അറിയാതെ പാപങ്ങൾ ചെയ്തു. നമ്മൾ റമദാൻ മാസത്തിലാണ്. അത് നമ്മുടെ മനസ്സ് വൃത്തിയാക്കി തരട്ടെ. നമ്മൾ വൃത്തിയാവാനുള്ള ഒരു അവസരം കൂടിയാണല്ലോ റമദാൻ. ഒരുപാട് തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഹറാമ് കേട്ടിട്ടുണ്ട്, സിനിമ കണ്ടിട്ടുണ്ട്, സിനിമയിൽ തോന്നിവാസങ്ങൾ കണ്ടിട്ടുണ്ട്. അത് നമുക്ക് പുറത്തു തരട്ടെ. നമ്മുടെ കണ്ണ് മലിനപ്പെട്ടിട്ടുണ്ട്, നമ്മള് ഉമ്മാനെ ഉപ്പാനെ അറിയാതെ സംസാരിച്ചിട്ടുണ്ട്, വാക്ക് കയറിപ്പോയിട്ടുണ്ട്. എനിക്കും എന്റെ തെറ്റിനുമിടയിൽ വലിയ വിദൂരത നീ ഉണ്ടാക്കണം എന്നുള്ളതാണ്. നമ്മുടെ തെറ്റുകൾ പലപ്പോഴും നമ്മുടെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ അല്ലാഹുവേ നീ ദൂരം ഉണ്ടാക്കി തരണം. ഞാൻ ഇവിടെ ആണെങ്കിൽ തെറ്റ് അപ്പുറത്ത് എവിടെയോ ആയിരിക്കണം എന്നുള്ളതാണ് അതിന്റെ നിഷ്കളങ്കമായ ഒരു ഭാവമാണ് അതിനുള്ളത്. അല്ലാഹുമ്മ ബഅഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അല്ലാഹുമ്മ നഖ്നി മിൻ ഖതായായ. അല്ലാഹുമ്മ, അല്ലാഹുവേ, നഖ്നി, നഖ്കാന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുക, ശുദ്ധിയാക്കുക. അല്ലാഹുമ്മ നഖ്നി, നീ എന്നെ വൃത്തിയാക്കണേ. കമാ, ഏതുപോലെ, കമാ യുനഖ, വൃത്തിയാക്കപ്പെടുന്നത് പോലെ, അസ്സൗബുൽ അബിയദു, വെള്ള വസ്ത്രം വൃത്തിയാക്കപ്പെടുന്നത് പോലെ, മിനദ്ദനസി, ചളിയിൽ നിന്ന്, മാലിന്യങ്ങളിൽ നിന്ന് വെള്ള വസ്ത്രം വൃത്തിയാക്കപ്പെടുന്നത് പോലെ അല്ലാഹ് നീ എന്റെ തെറ്റുകളിൽ നിന്ന് നീ എന്നെ സംരക്ഷിക്കണം. അല്ലാഹുമ്മ നഖ്നി മിൻ ഖതായാ, എന്റെ തെറ്റുകളിൽ നിന്ന് നീ എന്നെ സംരക്ഷിക്കണം. നമ്മൾ വെള്ള വസ്ത്രത്തിന് പ്രത്യേകത ഉണ്ട്. വെള്ള വസ്ത്രം അതിന്റെ ചെറിയ കുത്ത് പോലും പെട്ടെന്ന് കാണും. വെള്ള വസ്ത്രത്തിൽ ചെറിയൊരു കുത്തുണ്ടായതിന്റെ പെട്ടെന്ന്. അതുകൊണ്ടാണ് ഈ നമ്മളെ ഈ മതപഠന സ്ഥാപനങ്ങളിലൊക്കെ അറബി കോളേജിലൊക്കെ യൂണിഫോം ആയിട്ട് വെള്ള വസ്ത്രം വെക്കണം. ആ കുട്ടിയുടെ സ്വഭാവം പെട്ടെന്ന് മനസ്സിലാവും. വെള്ള വസ്ത്രം വെച്ചാൽ കുട്ടിയുടെ സ്വഭാവം പെട്ടെന്ന് വെളിവാകും. കാരണം എപ്പോഴും ചളി പിടിച്ചെടുക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവന്റെ വൃത്തിയില്ലായ്മ ആ വെള്ള വസ്ത്രം എടുത്ത് കാണിക്കും. നമ്മുടെ വെള്ള വസ്ത്രം നല്ല വൃത്തിയായിരിക്കും, നല്ല ശുദ്ധിയായിരിക്കും. അതിൽ ചെറിയ കറ ഉണ്ടെങ്കിലും കാണിക്കും.
വെള്ള വസ്ത്രം എങ്ങനെ അഴുക്കിൽ നിന്ന് ശുദ്ധിയാക്കി എടുക്കുന്നു അപ്രകാരം നീ എന്നെ സ്ഫുടം ചെയ്ത് വിമലീകരിച്ച് മലിനതകളില്ലാതെ എടുക്കണം എന്ന് അള്ളാഹുവിനോട് കരഞ്ഞു പറയാണ്. അപ്പൊ പാപ സുരക്ഷിതരായിട്ടാണ് അള്ളാഹിനോട് സംസാരിക്കേണ്ടത്. കാരണം അള്ളാഹിനോട് സംസാരിക്കുമ്പോ എനിക്ക് ഭയങ്കര വൃത്തി വേണമെന്നുള്ള ഒരു ആശയാണ് അതിലുള്ളത്. മനസ്സിലെത്തി ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോ അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് اللهم نقني من خطاياي كما ينقى الثوب الأبيض من الدنس اللهم اغسلني من خطاياي الله اغسلني നീ എന്നെ കഴുകണമേ മിൻ ഖതായായ നീ എന്റെ തെറ്റുകളിൽ നീ എന്നെ കഴുകണമേ ബിൽമായി വെള്ളം കൊണ്ട് കഴുകണം വസ്സൽജി മഞ്ഞു കൊണ്ട് കഴുകണം വൽ ബർദി ആലിപ്പഴം കൊണ്ട് കഴുകണം. എന്താ അങ്ങനെ പറഞ്ഞേ? നമ്മൾ വൃത്തിയാക്കി പിന്നെയും വൃത്തിയാക്കി എടുത്തു. ഒരു സാധനം വെള്ളം കൊണ്ട് കഴുകി പിന്നെ മഞ്ഞുകൊണ്ട് ഇത് വൃത്തിയാക്കി പിന്നെ ആലിപ്പഴം കൊണ്ട് വൃത്തിയാക്കി എത്ര വൃത്തി ഉണ്ടാവും? അത്ര വൃത്തി ഹൃദയത്തിന് വേണമെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഒരുപാട് തെറ്റുകൊണ്ടുള്ള ഒരു ചൂട്, തിന്മകളുടെ ചൂട് നമ്മുടെ മനസ്സിലുണ്ട്. അത് കേകി കളയണം, കേകി തണുപ്പിക്കണം. തിന്മയുടെ ചൂട് കൽബിലുണ്ടെങ്കിൽ കേകി തണുപ്പിക്കണം. ഈ ഹദീസ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിക്കണം. ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉണ്ട് ഹദീസ്. അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾ ഈ ഫാത്തിഹ ചൊല്ലുന്നതിന് മുമ്പ് അതേപോലെ തന്നെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ പറയല് എന്ന് അബൂ ഹുറൈറ ചോദിക്കലാണ്. അപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ എന്താ പറയുന്നത് അറിയോ? ഞാൻ പറയുന്നത് അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് اللهم نقني من خطاياي كما ينقى الثوب الأبيض من الدنس اللهم اغسلني من خطاياي بالماء والثلج والبرد. നമ്മൾ ആ സമയത്ത് നിന്ന് പ്രാർത്ഥിച്ചാൽ ഇതൊരു പ്രാർത്ഥനയാണല്ലോ, ഇതൊരു തേട്ടാണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു തേട്ടാണ്. അള്ളാഹുവിനോട് ചോദിക്കാണ്, അള്ളാഹുവെ നീ എന്നെ വൃത്തിയാക്കണം, എന്നെ ശുദ്ധിയാക്കണം, തെറ്റുകൾ അകൽച്ചിട്ടണം, എനിക്ക് വെള്ള വസ്ത്രം കൊണ്ട് ഞാൻ നല്ല വൃത്തിയുള്ള ഒരാളാണ്, ഞാൻ പാപം ചെയ്ത് കറ ഉള്ളൊരു മനുഷ്യനാണ്, ഞാൻ നീ വൃത്തിയാക്കി എടുക്കണം എന്ന് ആത്മാർത്ഥമായി പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ എന്നും ഇത് പ്രാർത്ഥിക്കുന്ന ഒരാളെ അവസ്ഥ ആലോചിച്ച് നോക്കി. നമ്മളൊരു കുട്ടിനെ മനസ്സിൽ കൊണ്ടുവരാം. ഒരു ചെറിയ കുട്ടി, ഒരു ബാലനായ കുട്ടി, കൗമാരച്ചിട്ടില്ല, ഒരു ചെറിയ പ്രായത്തിലുള്ള കുട്ടി. ആ കുട്ടി എന്നും അള്ളാഹിനോട് ദുആ ചെയ്യാണ്, അള്ളാഹ് എന്നെ നന്നാക്കണേ, അള്ളാഹു എന്നെ നന്നാക്കി തരണേ, അള്ളാഹു എന്നെ വൃത്തിയാക്കി തരണേ, അള്ളാഹ് എന്നെ വൃത്തിയാക്കി തരണേ, എന്നെ വൃത്തിയാക്കി തരണേ. ഈ വൃദ്ധം വേണ്ട, കുട്ടി വേണ്ട, വൃദ്ധനോ യുവാവോ മധ്യവയസ്കനോ ആരോ ആകട്ടെ, എല്ലാരും ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹ്ക്ക് എന്നും ചോദിക്കണം ഭയങ്കര ഇഷ്ടം. ഒരു ചോദ്യം തന്നെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം അള്ളാഹ്ക്ക് ഭയങ്കര, അത് അതബും കൂടിയാണ്. നിരന്തരം നമ്മൾ ചില ആൾക്കാർ പറയില്ലേ, ഞാൻ കുറെ ചോദിച്ചു പക്ഷെ എനിക്ക് കിട്ടിയില്ല, അത് പറ്റൂല. എന്നും ചോദിച്ചോണ്ടേയിരിക്കാം അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊരു വ്യക്തി രാവിലെ സുബൈക്ക് അല്ലാഹു ബാഇദ് ബൈനി, പിന്നെ വൈകുന്നേരം വൈകുന്നേരം അതേപോലെ തന്നെ മഗ്രിബുക്കും ഇശാക്കും അല്ലാഹു ബാഇദ് ബൈനി, തറാവീഹിന്റെ റക്അത്തുകളും റവാത്തിബിന്റെ സുന്നത്തുകളും അതുപോലെ തന്നെ ദുഹാ നിസ്കാരവും ഇശ്റാഖിന്റെ നിസ്കാരവും അങ്ങനെ തുടങ്ങി എല്ലാ സുന്നത്തിലും അല്ലാഹു ബാഇദ് ബൈനി ഒക്കെ എന്നും നിരന്തരം ഈ പ്രാർത്ഥന ചൊല്ലിയാൽ ആ കുട്ടിന്റെ വൃത്തി എത്ര ഉണ്ടാവും? നമ്മളിത് മനസ്സറിഞ്ഞിട്ടാണ് ചൊല്ലുന്നതെങ്കിൽ നമ്മുടെ മനസ്സിന് എത്ര വൃത്തി ഉണ്ടാവുന്ന ചോദിക്കട്ടെ. എന്നും ചോദിക്കുന്ന ആളെ പടച്ചോന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ ഇനി മുതൽ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ചോദിക്കുമ്പോ അള്ളാഹിനെ മനസ്സറിഞ്ഞ് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു ആശയം കൂടി കൊണ്ടുവരാം. ഞാൻ എന്നും അള്ളാഹിനോട് ചോദിക്കാറുണ്ട്. ഇന്ന് രാവിലെയും ചോദിച്ചു അള്ളാഹിനെ വൃത്തിയാക്കി തരണം, ഇന്ന് ഉച്ചക്കും ചോദിച്ചു അള്ളാഹിനെ വൃത്തിയാക്കി തരണേ. ഇന്ന് അങ്ങനെ നമുക്ക് ഒരു ഓർമ്മയോടെ നിസ്കരിച്ചാൽ നമ്മുടെ നിസ്കാരം ഓട്ടോമാറ്റിക് ആവൂല. നമ്മൾ ആവശ്യത്തിനാ ചോദിക്കണം, ആവശ്യം ഉണ്ടായിട്ട് ചോദിക്കണം. നമ്മൾ ആർക്കെങ്കിലും വേണ്ടി തക്ബീറല്ലല്ലോ നമ്മളെ അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ നിസ്കരിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഇനി നമ്മൾ ചൊല്ലണേ എന്താ? വജ്ഹത്തു. വജ്ഹത്തു അർത്ഥം പറയാം, വജ്ഹത്തുവിന്റെ അർത്ഥം പറയാം. കാരണം വജ്ഹത്തു ഒരുപാട് ആളുകൾ ചൊല്ലണല്ലേ. വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു ബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഇവിടുത്തെ എല്ലാവരും ചൊല്ലല്ലേ? അത് കഴിഞ്ഞ് ചൊല്ലണല്ലേ? ഇത് കഴിഞ്ഞിട്ട് ചൊല്ലുന്നവരല്ലേ? اللهم أنت الملك لا إله إلا أنت ربي وأنا عبدك ظلمت نفسي فاعترفت بذنبي فاغفر لي ذنوبي جميعا إنه لا يغفر الذنوب إلا أنت واهدني لأحسن الأخلاق
لا يهدي لأحسنها إلا أنت واصرف عني سيئها لا يصرف عني سيئها إلا أنت لبيك وسعديك الخير كله بيديك والشر ليس إليك أنا بك وإليك تباركت وتعاليت أستغفرك وأتوب إليك. ഇതാണ് വജ്ജഹത്തുവിന്റെ പൂർണ്ണ രൂപം. ഇതാണ് വജ്ജഹത്തുവിന്റെ പൂർണ്ണ രൂപം. നമുക്ക് അർത്ഥം പറഞ്ഞു നോക്കാം. വജ്ജഹത്തു ഞാൻ എന്റെ മുഖം വജ്ജഹത്തു ഞാൻ തിരിച്ചിരിക്കുന്നു, വജ്ഹിയ എന്റെ മുഖം, വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഒരുവന് വേണ്ടി ഒരുവന്റെ മുമ്പിലേക്ക് തിരിച്ചിരിക്കുന്നു, വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് ആകാശഭൂമികളെ സൃഷ്ടിച്ചവന്റെ മുമ്പിലേക്ക്. അത് വല്ലാത്തൊരു പദമാണ്, ബഹുമാനം കൂടും. ശരിക്ക് ആ പദം ചൊല്ലിയാൽ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ പറ്റി അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, അഅൻതും അശദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനാഹാ റഫഅ സംകഹാ ഫസവാഹാ വഅഗ്തശ ലൈലഹാ വഅഖ്റജ ഖുഹാഹാ വൽ അർദ ബഅദ ദാലിക ദഹാഹാ. അള്ളാഹുവിന്റെ വലിയ സൃഷ്ടിപ്പാണ് ആകാശവും ഭൂമിയും. ഈ ആകാശത്തെയും ഭൂമിയെയും മുൻമാതൃകയില്ലാതെ പടച്ച അല്ലാഹു സുബ്ഹാനഹു ഫാത്തിറായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിലേക്ക് ഞാൻ എന്റെ മുഖം തിരിച്ചിരിക്കുന്നു എന്ന് മനസ്സറിഞ്ഞ് നമുക്ക് എത്ര കാലം പറയാൻ പറ്റിയില്ലേ? റോജത്ത് ചൊല്ലുമ്പോ അപ്പൊ നമ്മൾ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ അള്ളാഹുവിന്റെ കഴിവിൽ അള്ളാഹുവിന്റെ ഖുവ്വത്തിൽ നമ്മൾ ആലോചിക്കാം. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് ഹനീഫൻ. ഹനീഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ശിർക്കിൽ നിന്നൊക്കെ തെറ്റി തൗഹീദിലേക്ക് വന്നു. നമ്മൾ പൊതുവെ മലയാള പരിഭാഷ ഋജുമനസ്കനായി എന്നൊക്കെയാണ് കൊടുക്കല്. ഋജുമനസ്കനായി എന്ന് പറഞ്ഞാൽ ശിർക്കിൽ നിന്ന് തെറ്റി തൗഹീദിലേക്ക് വന്നു എന്നാണ് അതിന്റെ അർത്ഥം. ശിർക്കില്ല, തൗഹീദ്. കാരണം ഹനീഫായിരിക്കും ഞാൻ, ഹനീഫായിരിക്കും. ഹനീഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് എന്റെ നിസ്കാരം, എന്റെ നോമ്പ്, എന്റെ നൃത്തം, എന്റെ ദിക്ർ, എന്റെ ദുആ, എന്റെ ഹജ്ജ്, എന്റെ ഇസ്തിആന, എന്റെ ഇസ്തിഗാസ, എന്റെ താല്പര്യങ്ങൾ, എന്റെ പരമേൽപ്പിക്കലുകൾ മുഴുവൻ അള്ളാഹ്ക്കായിരിക്കും. ഹനീഫൻ മുസ്ലിമൻ, അള്ളാഹ്ക്ക് കീഴൊതുങ്ങിയ ആളായിരിക്കും ഞാൻ. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ശിർക്ക് ചെയ്യുന്നവരിൽപ്പെട്ടവനല്ല. വല്ലാത്തൊരു ഖൗലാണ്. തൗഹീദ് കൊണ്ട് തുടങ്ങുന്ന വായതാണ്. ഞാൻ ശിർക്ക് ചെയ്യൂല. ഞാൻ എന്തൊക്കെ വന്നാലും, എന്തൊക്കെ പ്രയാസം വന്നാലും, എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വർഷങ്ങളോളം ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. എന്തൊക്കെ പ്രയാസങ്ങൾ കുടുംബപരമായോ സാമ്പത്തികപരമായോ എന്തുണ്ടെങ്കിലും ഞാൻ എന്റെ അള്ളാഹിനോടല്ലാതെ എന്റെ വിഷമങ്ങൾ പറയില്ല. ഞാൻ അള്ളാഹിക്ക് മാത്രമേ പറയൂ. ആരെങ്കിലും വന്ന് പറയണം എന്നോടത്തൊരു ജാറുണ്ട്, എന്നോടത്തൊരു ഏലസ് ഉണ്ട്, അത് കെട്ടിക്കഴിഞ്ഞാൽ ഒക്കെ മാറും, ആ തങ്ങളെടുത്ത് പോയ ഒക്കെ മാറും എന്നൊക്കെ ആര് പറഞ്ഞാലും എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഞാൻ നിശ്ചയിച്ചിട്ടുള്ളത് റബ്ബിനെയാണ്. മാത്രമല്ല എന്റെ നിസ്കാരവും എന്റെ നോമ്പും എന്റെ ഇബാദത്തുകൾ സർവവും ഞാൻ സമർപ്പിക്കുന്നത് മുസ്ലിമായി ശിർക്കില്ലാതെ ഞാൻ സമർപ്പിക്കുന്നത് ഈ ആകാശത്തെ സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച, ഈ സംവിധാനങ്ങളെല്ലാം പടച്ച, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഗാലക്സികളെയും പടച്ച അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കും ഞാൻ കർമ്മങ്ങൾ ചെയ്യുക. വേറെ ആർക്ക് വേണ്ടി ഒരു നേർച്ചയോ ഒരു ബലിയോ ഒരു ഹജ്ജോ ഒരു ഉംറയോ ഒന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാകൂല എന്നുള്ള പ്രഖ്യാപനവും തൗഹീദാണ് അവിടെ. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് വാക്ക്. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടാവും നമ്മളത് പറയുമ്പോൾ അള്ളാഹ്ക്ക് നമ്മൾ ഭയങ്കര ഇഷ്ടാവും. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ, അള്ളാഹ്ക്ക് ഇഷ്ടാവും എഴുതി പറഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മൾ പറയും വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രിക്കീൻ. അടുത്ത വാക്ക് ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി, എന്റെ നമസ്കാരം, സ്വലാത്ത് നമസ്കാരം, ഞാൻ പുസ്കരിക്കുന്ന നിസ്കാരമാണല്ലോ നിസ്കാരം. വനുസുകി, നുസുക്കിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ബലിയറക്കുന്ന നുസുക്ക് എന്ന് പറയും, ഹജ്ജിന്റെ ഉംറന്റെ കർമ്മങ്ങൾക്ക് നുസുക്ക് എന്ന് പറയും, അതേപോലെ മൊത്തം എല്ലാ ഇബാദത്തുകൾക്കും എന്താ പറയാ നുസുക്ക് എന്ന് പറയാം. അപ്പൊ എന്റെ എല്ലാ ആരാധനാ കർമ്മങ്ങളും, വമഹ്യായ എന്റെ ജീവിതം മുഴുവനും, വമമാതി എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ ലോകത്തെ മുഴുവൻ പടച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കും. അല്ലാത്തൊരു വാക്കാണ്. അത് ഇബ്രാഹിം നബി എന്ന് കിട്ടിയ വാക്കാണ്. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു, എന്റെ റബ്ബിന് പങ്കുകാരില്ല. ആകാശവും ഭൂമിയും സൃഷ്ടിക്കാൻ അള്ളാഹ് ആർക്കും സഹായം ചോദിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഒരാവശ്യത്തിന് അള്ളാഹ് ആരുടെയും സഹായം, അള്ളാഹ് ആരുടെയും പങ്കുകാരും ഇല്ല, അള്ളാഹിന്റെ തുലനം ചെയ്യാൻ ആരുമില്ല. ലാ ശരീക ലഹു. ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പദങ്ങളാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മള് പദങ്ങൾ പറയുമ്പോൾ നമ്മളിപ്പോ നൃത്തം ആലോചിച്ചല്ലോ, നൃത്തുമ്പോൾ നമ്മൾ ബഹുമാനം ആലോചിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഈ സംസാരം പറയുമ്പോൾ നമ്മൾ എന്താ ആലോചിക്കണം, ഇതിന് വല്ലാത്ത ആശിന്റെ റബ്ബിന് ഇഷ്ടമാണെന്ന് ആലോചിക്കണം. അങ്ങനത്തെ പദങ്ങളാണ് റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്.
അതാണ് റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനകളുടെ പ്രത്യേകത. നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥന ചൊല്ലുന്നതിനേക്കാൾ റസൂലുള്ളാഹി പഠിപ്പിച്ച ഈ ദുആ ഒക്കെ ചൊല്ലിയ ഭയങ്കര മധുരം ഉണ്ടാവും. അതാണ് റസൂലുള്ളാഹിയുടെ വാക്കും നമ്മുടെ വാക്കും തമ്മിലുള്ള വ്യത്യാസം. റസൂലുള്ളാഹി അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞിരുന്നത്, വമാന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വബിദാലിക അതുകൊണ്ടാണ് ഉമിർതു ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതേ ഞാൻ ചെയ്യും. ഇതെന്റെ ഒരു വാഗ്ദാനം അല്ലെങ്കിൽ എന്റെ ഒരു പ്രതിജ്ഞയാണ്, എന്റെ ഒരു നയമാണ്, എന്റെ ഒരു തീരുമാനമാണ്. വബിദാലിക ഉമിർതു ഇതുകൊണ്ടാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വാന മിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ട ആളാണ്. ഇത് നമ്മൾ ശരിക്കും അർത്ഥറിഞ്ഞ് പറയലുണ്ടോ? നമ്മുടെ മനസ്സിൽ ഇതിന്റെ അർത്ഥം വരലുണ്ടോ? ഇത് പഠിപ്പിച്ചു തരാനാണ് നമ്മൾ ഈ ക്ലാസ് വെച്ചത്. നമ്മുടെ മനസ്സിൽ നമ്മൾ ചൊല്ലുന്ന ദിക്റുകളുടെ അർത്ഥം വന്നിട്ടില്ലെങ്കിൽ നമ്മൾ കുറെ ചെയ്തു കൂട്ടി. നിങ്ങൾ ആലോചിച്ചോക്കണി, നമ്മൾ പരലോകത്ത് നമ്മൾ കുറെ നിസ്കരിച്ചു. അപ്പൊ അള്ളാഹു പറയാണ്, ഈ നിസ്കാരം ഒന്നും ഇവിടെ എടുക്കൂല, ഇത് നോറ്റ നോമ്പൊന്നും ഇവിടെ എടുക്കാൻ മാത്രമുള്ള ക്വാളിറ്റി ഒന്നും എന്തില്ല ഇവിടെ അല്ല. ഒരു കച്ചവടക്കാരനെ പോലെ ആ കച്ചവടക്കാരൻ ഒരുപാട് കഷ്ടപ്പെട്ട് അയാളുടെ വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് തുണി തുന്നിയുണ്ടാക്കി നല്ല വില കൂടിയ രൂപത്തിൽ അയാൾ തുണി നല്ല വില കിട്ടുമെന്ന് വിചാരിച്ച അയാൾ ഒരു കടയിൽ ചണ്ടുകൊണ്ടേ കൊടുത്തു. ഇത് ഹാൻഡ് മെയ്ഡ് ആണ്, ഇതിന് തന്നെ ക്വാളിറ്റികളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ അയാൾ പറയാണ്, ഈ സാധനം അത്ര ക്വാളിറ്റി ഒന്നുമില്ല, അത് ഇവിടെ എടുക്കൂല എന്ന് അള്ളാഹു പറഞ്ഞാൽ നമുക്ക് എത്ര വിഷമം ഉണ്ടാവും. നമ്മളോട് പറയണം, അള്ളാഹു നമ്മളോട് പരലോകത്ത് പറയണം. നമുക്ക് രണ്ട് മൗഖിഫാണ് അള്ളാന്റെ മുമ്പിൽ ഉണ്ടാവുക. രണ്ട് മൗഖിഫാണ് അള്ളാന്റെ മുമ്പിൽ ഉണ്ടാവുക. രണ്ട് സന്ദർഭങ്ങളിലാണ് അള്ളാന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുക. ഒന്ന് പരലോകത്താണ്, രണ്ട് ദുനിയാവിലാണ്. ദുനിയാവിൽ നമ്മൾ അള്ളാന്റെ മുമ്പിൽ നിൽക്കലെപ്പോഴാണ്? നിസ്കാരത്തിലാണ്. അതാണ് നമ്മൾ പറയുന്നത്, നിസ്കാരത്തിൽ നമ്മൾ നിൽക്കും. ഇനി പോണത് അവിടേക്കാണ്. ഇവിടെ ശരിയായാൽ എന്താവും? ആ നൃത്തവും നമുക്ക് ശരിയായി കിട്ടും. ഈ നൃത്തം ശരിയായില്ലെങ്കിൽ ആ നൃത്തം എന്ത് ചെയ്യൂല? ശരിയായി കിട്ടൂല. അവിടുത്തെ ദിവസത്തിന്റെ കണക്കൊന്നും പറയണ്ടല്ലോ. അവിടുത്തെ ഒരു ദിവസത്തിന്റെ കണക്ക്, പല ദിവസങ്ങളുടെ കണക്ക്, 50,000 വർഷത്തിന്റെ കണക്ക്, ഇന്ന വർഷങ്ങളുടെ കണക്ക് നമ്മൾ പറയണ്ട. നമ്മൾ ഇവിടെ നിൽക്കണ പോലെ അള്ളാന്റെ മുമ്പിൽ എന്തായാലും ഞാൻ നിങ്ങൾ നിൽക്കും. എന്നെ കേൾക്കുന്ന മുഴുവൻ മനുഷ്യരും നിൽക്കും. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ നമ്മളെ റബ്ബേ ഉണ്ടാവുള്ളൂ. ഇവിടെ നിന്നുള്ള ഈ നൃത്തം ഉണ്ടല്ലോ, അള്ളാന്റെ മുമ്പിലുള്ള ഈ നൃത്തം ശരിയായി കിട്ടിയ നമ്മുടെ ദീനും ദുനിയാവും മുഴുവൻ ശരിയാവും. അബൂ ഹുറൈറയുടെ ഒരു ഹദീസിലുണ്ട്, ഖിയാമത്തിൽ ആദ്യം ചോദിക്കുന്ന നിസ്കാരത്തെ കുറിച്ച്. അതിൽ രക്ഷപ്പെട്ടാൽ നമ്മളെല്ലാത്തിനും രക്ഷപ്പെടും. അതിന് രക്ഷപ്പെട്ടില്ലേ? നമ്മൾ രക്ഷപ്പെടില്ല. അതുകൊണ്ട് നിസ്കാരം വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രയോറിറ്റി അത് നിസ്കാരത്തിന് കൊടുക്കണം. നിസ്കാരം ശരിയായി കിട്ടിയ ബാക്കിയൊക്കെ ശരിയായി വരും. നമ്മുടെ ജീവിതത്തിൽ അറിയാത്ത തെറ്റുകൾ തിന്മകൾ ഊരിയെടുക്കും. അതങ്ങനെ തന്നെ. തെറ്റുകൾ നിരന്തരം ചെയ്യുന്ന ഒരാൾക്കും നിസ്കാരം നേരെ കൊണ്ടുവരാൻ കഴിയില്ല. എന്നൊരാൾ രഹസ്യ ജീവിതത്തിൽ തെറ്റ് ചെയ്യുന്നുണ്ട് വിചാരിച്ചോളൂ, ആൾക്ക് നിസ്കാരത്തിന്റെ വിഷയത്തിൽ അപാകത വന്നിരിക്കും, ഉറപ്പായിട്ട് വരും. പലിശയുമായി ബന്ധപ്പെടുന്ന നിസ്കാരത്തിൽ അപാകത വരും. നേരെ തിരിച്ചുമാണ്, നിസ്കാരം കൃത്യമായിട്ട് കൊണ്ടെടുക്കുന്ന ആൾക്ക് അയാളുടെ ജീവിതത്തിൽ തെറ്റുകൾ ഇങ്ങനെ പോണാണ്, ആരും അറിയില്ല. അയാളെ നിസ്കാരം കറക്റ്റ് ആണെങ്കിൽ അതൊക്കെ ശരിയാവും. വീട്ടിലും തന്നെ നിസ്കരിച്ചാണെങ്കിൽ, നമ്മുടെ വീടുകളുടെ ഖബറുകളാക്കുന്ന റസൂൽ പറഞ്ഞല്ലോ, വീട്ടിലൊക്കെ നിസ്കരിച്ച് കാണിച്ചു കൊടുത്താൽ നമ്മൾ ആലോചിച്ച് നോക്കും. നമ്മൾ ഇങ്ങനെ തഹജ്ജുദിന്റെ സമയത്ത് എണീക്കും, നമ്മുടെ മക്കളും നമ്മളൊന്നും പറയാതെ തന്നെ നമ്മുടെ വീട്ടിൽ പഠിക്കുന്ന ചെറിയ ചെറിയ മക്കള് നമ്മുടെ കൂടെ തഹജ്ജുദ് നിസ്കരിച്ചാൽ എന്ത് സന്തോഷം ഉണ്ടാവും, അത്ര ആനന്ദം ഉണ്ടാവും. നമ്മൾ അള്ളാഹിനോട് ബന്ധപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ, നിസ്കാരം. ആ നിസ്കാരത്തിന്റെ അർത്ഥങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വജഹത്ത് ഫുള്ള് പറയണോ? അടുത്ത എല്ലാവരും ചൊല്ലണ ഒരു ദുആണ്, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക. വജഹത്ത് ഞാൻ പിന്നെ പഠിപ്പിച്ചു തരണം ഇൻഷാ അല്ലാഹ്. നമുക്ക് നിസ്കാരത്തേക്ക് പോണല്ലോ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക സുബ്ഹാന, ഇതാർക്ക് ചൊല്ലല്? സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. നിങ്ങൾ കേട്ടിക്കണോ? കുറെ ആളുകൾ കേട്ടിട്ടില്ല, കുറെ ആളുകൾ കേട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. റസൂലുള്ളാഹ് രാത്രി നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഒരു പ്രാരംഭ പ്രാർത്ഥന, റസൂൽ രാത്രി നിസ്കാരത്തിൽ പ്രത്യേക പ്രാരംഭ പ്രാർത്ഥന റസൂൽ ചൊല്ലുന്നുണ്ട്. എന്താ പ്രാർത്ഥന? اللهم رب جبرائيل وميكائيل وإسرافيل فاطر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون اهدني لما اختلف فيه من الحق بإذنك إنك تهدي من تشاء إلى صراط مستقيم. رسول الله صلى الله عليه وسلم കേട്ടണോ? ആ പഠിക്കണം, നിർബന്ധമായിട്ട് പഠിക്കണം. നല്ല മധുരമുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന ചെയ്യുന്ന നല്ല മാറ്റങ്ങളുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ നമ്മൾ റസൂൽ ചൊല്ലിയിരുന്ന പ്രാർത്ഥന, കുറെ പ്രാർത്ഥനകളുണ്ട് കേട്ടോ. പ്രാർത്ഥനയിൽ കുറെ സ്ഥിരപ്പെട്ടു വന്നതുണ്ട്.
ഇപ്പൊ നമുക്ക് അറിയണതാണ് ഈ പറഞ്ഞു വന്നത്. പ്രധാനമായിട്ട് നമ്മൾ ചൊല്ലണ വജ്ജത്തും വൈദ്യുബാനിയും പറഞ്ഞു. ഇനി നമുക്ക് മെല്ലെ അടുത്ത നമ്മുടെ കർമ്മ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കടക്കാൻ തോന്നുന്നു. അടുത്തേക്ക് അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ദിക്റുകൾ അറിയില്ലെങ്കിൽ ചോദിച്ചാൽ മതി. ഇൻഷാല്ലാ ഞാൻ തന്നെ എഴുതി തരിക, പറഞ്ഞു തരിക, എന്താ ചെയ്യാ. നമ്മൾ അടുത്തേക്ക് പോവാം. നമുക്ക് നിസ്കാരം പെട്ടെന്ന് ഇതിന്റെ ദിക്റുകൾ പറഞ്ഞു തീർക്കണം. എന്നിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഒരു ആശ്വാസം കിട്ടാനാണ്. നമ്മുടെ നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് മക്കളെ, അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ, വിശ്വാസികളെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് ഫാത്തിഹ ഓതൽ. ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമല്ല, ഫാത്തിഹ ഇല്ലാതെ നിസ്കാരമല്ല. ഇപ്പൊ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് ചിലപ്പോ നമ്മൾ 4 ദിവസം പറഞ്ഞാലും തീരൂല, അത്ര പറയാണ്ട് സൂറത്തുൽ ഫാത്തിഹ. എന്നാലും അതിൽ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രം പറയാം. ഫാത്തിഹയിൽ നമ്മൾ പ്രത്യേകം നമ്മുടെ മനസ്സിന് ഓർത്തിരിക്കാൻ, ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ കിട്ടിക്കൊള്ളുന്നില്ല. എന്നാലും എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ മനസ്സിൽ അള്ളാഹുവോട് നല്ല ചക്കുവൊക്കെ തോന്നുമ്പോൾ നല്ല രൂപത്തിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഫാത്തിഹ ഓതുമ്പോ നമ്മൾ ആദ്യം അഊദു ചൊല്ലണല്ലോ. കാരണം ഖുർആൻ ഓതുന്നതിന് മുമ്പ് എന്ത് ഓതണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അത് ആയത്താണോ? അല്ല, ആയത്തല്ല. അഊദു ആയത്തല്ല. ഖുർആനിൽ അഊദില്ല. പിന്നെന്താ? അതൊരു മര്യാദയാണ്. നമ്മൾ പലരോടും പല മര്യാദകൾ കാണിക്കണം. അതാണ് ജീവിതം. ഉപ്പനോടും ഉമ്മനോടും കാണിക്കേണ്ട മര്യാദ ഉണ്ടാവും, ഇക്കാക്കമാരോട് കാണിക്കേണ്ട മര്യാദ ഉണ്ടാവും, അനിയന്മാരോട് കാണിക്കേണ്ട മര്യാദ ഉണ്ടാവും, അനിയത്തിമാരോട് കാണിക്കേണ്ട മര്യാദ ഉണ്ടാവും, ഉസ്താദുമാരോട് കാണിക്കേണ്ട മര്യാദ ഉണ്ടാവും, സഹപാഠികളോട് കാണിക്കേണ്ട മര്യാദ ഉണ്ടാവും. എല്ലാത്തിനും ഒരു അദബ് നിഷ്ഠായിരിക്കണം നമ്മുടെ ജീവിതം. കൃത്യമായ മര്യാദകളും അദബുകളും നമുക്കുണ്ട്. അതേപോലെ തന്നെ ഖുർആൻ ഓതുമ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു മര്യാദയാണെന്ത്? പിശാചിൽ നിന്ന് രക്ഷതേടൽ എന്നുള്ള വലിയൊരു മര്യാദ. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഖൈർ നമുക്ക് ഇതിലൂടെ കിട്ടും. ഖുർആൻ ഓതിയ കിട്ടേണ്ടതാണ് ശരിക്കും. ഒരുപാട് ഖൈർ കിട്ടും, ദുനിയാവിലും കിട്ടും, ആഖിറത്തിലും കിട്ടും ഖുർആൻ ഓതിയ. പക്ഷെ ഈ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത് ഫാത്തിഹ. ഖുർആന്റെ ഉമ്മ എന്ന് പറയാം, ഉമ്മാണ്. ഖുർആന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്താണ് ഫാത്തിഹ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഖൈർ വരുന്നത് സഹിക്കാത്തൊരു മനുഷ്യനാണ് ആര്? ശൈത്വാൻ ഇബ്ലീസ്. നമുക്കൊരു ഖൈർ കിട്ടണ സഹിക്കൂല ചങ്ങായി. നമുക്ക് എന്തെങ്കിലും ഒരു ഖൈർ കിട്ടിയാൽ ഇപ്പൊ തന്നെ നമ്മൾ ഖുർആൻ ഓതിയാൽ ഒരു പേജ് ഓതുമ്പോഴത്തേന് ഉറക്കം വരും. എന്താ സംഭവം? അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യം നമ്മൾ മൊബൈൽ ഫോൺ എടുത്തോക്കാണി, വാട്സപ്പോ ഇൻസ്റ്റാഗ്രാം എടുത്തോക്കാണി, എവിടെ ഉറക്കം? നമ്മൾ പറയും നമ്മള് രാവിലെ കുറെ കഷ്ടപ്പെടുന്ന നേരത്തെ എണീറ്റ് ഇനി ഉറക്കണ്ടാവും എന്ന് പറയും. സംഭവം ഒന്നല്ല, നമുക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. താല്പര്യം ഉണ്ടാക്കാൻ ഈ ചങ്ങായി സമ്മതിക്കൂല. താല്പര്യമില്ല, നമുക്ക് ഖുർആനോട് താല്പര്യമാണ്. ഖുർആന് ഭയങ്കര താല്പര്യം. ഇമാം ഷാഫി റഹിമഹുള്ളയെ കുറിച്ച്, ഇമാം ഷാഫി ഒരു യാത്രയില്, മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയില് എത്രയോ ഖത്മ് തീർത്തൊരു കഥ ഉണ്ട്. 16 ഖത്മ് തീർത്തൊരു കഥ ഉണ്ട്. കാരണം അതിപ്പോ കഴിയും, അതൊക്കെ ഇപ്പൊ സംഭവിക്കോ എന്ന് ചോദിക്കാൻ നമ്മൾ സംഭവിക്കും. കാരണം എന്താ? ഓലെ കയ്യിൽ മൊബൈൽ ഫോണില്ല, സ്മാർട്ട് ഫോണില്ല, നമ്മുടെ അടുത്തൊക്കെ അതുണ്ട്. പുതിയ പുതിയ ഗെയിമുകളുണ്ട്, പുതിയ പുതിയ സംഭവം. പിന്നെ ഖുർആൻ നോക്കുമ്പോ താല്പര്യം തോന്നൂല. എങ്ങനെ തോന്നാ? നമുക്ക് ഏറ്റവും വലുത് ഖുർആൻ ആയി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ എത്രയോ ഓടിച്ചെടുക്കും. ദിവസവും 2 ജുസും 3 ജുസും ഓതുന്നുണ്ട് മുമ്പിലുള്ളവരുണ്ട്, തീരെ ഓതാത്തോലുണ്ടാവും, ഒരു പേജ് മാത്രം ഓതുന്നു. ഇതൊക്കെ അള്ളാഹു നമ്മൾ ഈ സാധാരണ ചില മനുഷ്യന്മാരൊക്കെ ജിമ്മിനൊക്കെ പോകില്ലേ, നമ്മളൊക്കെ എന്തെങ്കിലും മാർഷൽ ആർട്സ് പഠിക്കാൻ അല്ലെങ്കിൽ ജിമ്മിനൊക്കെ പോയിട്ട് തടിയൊക്കെ നന്നാക്കില്ലേ, ഈ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവർ നല്ല അധ്വാനിച്ചിട്ട് കുറെ വലിയ വലിയ ഭാരങ്ങളൊക്കെ പൊക്കാൻ ഇവർക്ക് കഴിയൂലേ? കഴിയും. അതേപോലെ തന്നെ ഖൽബിനൊരു ജീവിതമുണ്ട്, അതിനും കുറച്ച് ആരോഗ്യം ഉണ്ടാക്കിയെടുക്കണം. ഇല്ലെങ്കിൽ എന്താവും? നമ്മൾ ഉറങ്ങിയാണ് തോന്നും, മരിച്ചു. ഖൽബ് മരിച്ചാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എത്ര വാദം ഓതിട്ടും കാര്യമില്ല, ഏത് വലിയ ആള് വന്ന് വാദം പറഞ്ഞിട്ടും കാര്യമില്ല, ഖൽബ് മരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഖൽബിന് നമ്മൾ കുറച്ച് ആരോഗ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹൃദയത്തിന് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഫാത്തിഹയും ഫലം ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഹൃദയത്തിന് ആരോഗ്യം ഉണ്ടാകുന്നതോ നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാകുന്നതോ ആയ കാര്യങ്ങൾ ഇഷ്ടമില്ലാത്ത ഒരു മനുഷ്യനാണ് പിശാച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫാത്തിഹയിലൂടെ, ഖുർആനിലൂടെ നമ്മൾക്ക് ഖൈർ വരാതിരിക്കാൻ പലതരത്തിലുള്ള കുതന്ത്രങ്ങൾ, നമ്മൾ ഫാത്തിഹ ഓതിയതൊക്കെ ഓർമ്മ ഉണ്ടാവും, പക്ഷെ അർത്ഥം നമ്മൾ മനസ്സിലാക്കില്ല. അതിനാണ് നമ്മൾ എന്തോന്നുന്നത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു, ഞാൻ രക്ഷ തേടുന്നു, ശരണം ചോദിക്കുന്നു, അഭയം തേടുന്നു. ആദാന്ന് പറഞ്ഞാലേ ഇപ്പൊ കോട്ടയിൽ അഭയം തേടുക. നമ്മള് ചെറിയ ചെറിയ കുട്ടികൾ ഉപ്പച്ചിന്റെ ബാക്കിൽ ഇങ്ങനെ മറഞ്ഞിക്കൂലേ, എന്തെങ്കിലും വന്ന് പേടിച്ചാല് ആ മറഞ്ഞിക്കലിനൊക്കെ ഈ പദ അർത്ഥമുണ്ട്. ആദാന്ന് പറഞ്ഞ പദത്തിന് അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. ഒരു രക്ഷ തേടലാണ് ശരിക്കും. ശൈത്താനെ നമ്മൾ കാണുന്നില്ല.
അഊദു ബില്ലാഹ് ആരോടാണ് രക്ഷ ചോദിക്കുന്നത്? അല്ലാഹുവിനോടാണ് ശരണം ചോദിക്കുന്നത്. ബില്ലാഹ് അല്ലാഹുവിൽ ശരണം തേടുന്നു. മിനശ് ശൈത്വാനിർ റജീം റജീമായ അല്ലാഹു എല്ലാ ഖൈറുകളിൽ നിന്നും എല്ലാ നന്മകളിൽ നിന്നും മാറ്റിയകറ്റിയ ശൈത്വാനിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് രക്ഷ ചോദിക്കുന്നു. ഞാൻ അല്ലാഹുവിനോട് ശരണം ചോദിക്കുന്നു. അത് മനസ്സറിഞ്ഞ് നമ്മൾ പറഞ്ഞാൽ അത് നമുക്ക് എന്ത് തരും? പ്രൊട്ടക്ഷൻ തരും, സംരക്ഷണം തരും. ദിക്ർ മനസ്സറിഞ്ഞ് ചൊല്ലിയോ ശൈത്താൻ അടുക്കാൻ കഴിയൂല, ശൈത്താൻ നമ്മളെ നിസ്കാരത്തിൽ തൊടാൻ കഴിയൂല. നമ്മൾ മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ മതി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി ഖുർആനിലെ ആയത്തല്ലേ? ബിസ്മി ഖുർആനിലെ ആയത്തല്ലേ? ആണ്, ബിസ്മി ആയത്താണ്. എന്നാൽ ബിസ്മി ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്താണോ? അങ്ങനെ ചോദിച്ചാൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. ശരിയായ അഭിപ്രായം മനസ്സിലാവുന്നത് അല്ലാഹു ആലം, അല്ലാഹു ആണ് എല്ലാത്തിനെ കുറിച്ചും കൂടുതൽ അറിവുള്ളവൻ. എല്ലാ സൂറത്തിന്റെയും തുടക്കത്തിലുള്ള സ്വതന്ത്രമായ ഒരു ആയത്താണ് ബിസ്മി. ബസ്മലത്ത് അറിയാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓരോ സൂറത്തിലും ഒന്നാമത്തെ ആയത്തായിട്ടായി ചേർക്കേണ്ട തുടക്കത്തിലുള്ള സ്വതന്ത്രമായ ഒരു ആയത്താണത്. ആ സൂറത്തിന്റെ ഒന്നാമത്തെ ആയത്തായിട്ട് അത് കൂട്ടണ്ട. അങ്ങനെ നോക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഒരു ആയത്താണ് ഖുർആനിൽ. അത് നമ്മൾ ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരംഭം അള്ളാനെ കൊണ്ടാകുമ്പോ അവിടെ ബറക്കത്തുണ്ടാവും. അള്ളാനെ കൊണ്ട് തുടങ്ങിയൊക്കെ ബറക്കത്തുണ്ടാവും. റസൂലുള്ള പല കാര്യങ്ങൾക്ക് ബിസ്മി പഠിപ്പിച്ചിട്ടില്ലേ നമ്മളെ? ബിസ്മില്ലാഹിർ റഹ്മാൻ ബസ്മലല്ലേ പറഞ്ഞത്? അള്ളാന്റെ നാമം കൊണ്ട് തുടങ്ങാം. ബസ്മലത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള പൂർണ്ണമായതല്ല പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങാൻ പലയിടത്തും നമ്മള് തവാഫിലൊക്കെ ബിസ്മി തുടങ്ങും. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ല പറയും. പല സന്ദർഭങ്ങളിൽ നമ്മൾ ബിസ്മി ഓതും. അറുക്കുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ, അതേപോലെ തന്നെ നമ്മൾ ഖുർആൻ ഓതുമ്പോ, ഖുർആനെ സൂറത്ത് തുടങ്ങുമ്പോൾ നമ്മൾ എന്തോല്ലോ ബിസ്മി ചൊല്ലും. എന്തുകൊണ്ട് ചെയ്യുന്നു വെച്ചാൽ ബിസ്മി എന്ന് പറഞ്ഞാൽ നാമം കൊണ്ട് ബി ഇസ്മി എന്നാണ്. ബിസ്മി അല്ലാഹി അല്ലെങ്കിൽ ബിസ്മില്ലാഹി കൂട്ടി അയക്കുമ്പോ ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമം കൊണ്ട് അർ റഹ്മാനി റഹ്മാനായ അള്ളാന്റെ നാമം കൊണ്ട് അർ റഹീമി റഹ്മാനും റഹീമുമായ അള്ളാന്റെ നാമം കൊണ്ടെന്ത് കൊണ്ട് ഞാനിതാ ആരംഭിക്കുന്നു അർത്ഥം. ഞാൻ തുടങ്ങുന്നു, ഞാൻ ഫാത്തിഹ ഓതുന്നു എന്നൊക്കെ മനസ്സിൽ അങ്ങനെ വെച്ചാൽ മതി. ഞാൻ ഫാത്തിഹ ഓതുന്നു. കാരണം ഏത് കർമ്മവും അള്ളാന്റെ പേരുകൊണ്ട് തുടങ്ങിയാൽ അതിന് വളരെ വല്ലാത്ത ബർക്കത്തുണ്ടാവും. 100 1000 1000 10,000 ലക്ഷാവും ഒക്കെ ആവും. കാരണം ഭയങ്കര ബർക്കത്താണ് അള്ളാന്റെ നാമത്തിനുള്ളത്. അള്ളാഹു തബാറക്കല്ലദീ ഓതുനല്ലേ, അള്ളാഹുവിന് ഭയങ്കര ബർക്കത്താണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹ് ബർക്കത്ത് നൽകും. അള്ളാന്റെ നാമം കൊണ്ട് തുടങ്ങിയാൽ ബർക്കത്ത് കിട്ടും. അങ്ങനെയാണ് ബിസ്മി ഓതുക. ബിസ്മി ഓതുമ്പോ ബിസ്മില്ലാഹി അള്ളാന്റെ നാമം കൊണ്ട് ഏത് നാമം കൊണ്ട്? റഹ്മാനും റഹീമുമായ അള്ളാന്റെ നാമം കൊണ്ട്. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ ഏത് നാമം കൊണ്ട്? ഏത് നാമം കൊണ്ട് നമ്മൾ തുടങ്ങും? അങ്ങനെ അവസാനിപ്പിക്കാം. ബിസ്മില്ലാഹി നമുക്ക് അവസാനിപ്പിക്കാം. ഏത് നാമം കൊണ്ടാണ്? റഹ്മാനും റഹീമുമായ അള്ളാന്റെ ഏത് നാമം കൊണ്ട് നമ്മൾ തുടങ്ങുന്നത്? ഒരു ചോദ്യല്ലേ? പലരും പറയും റഹ്മാനായ നാമം കൊണ്ട്, റഹീമായ നാമം കൊണ്ട്. അല്ല, റഹ്മാനും റഹീമുമാണ് അള്ളാഹ്. ആ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു. ഏത് നാമം കൊണ്ട്? എല്ലാ നാമം കൊണ്ടും. എന്താണ്? എല്ലാ നാമം കൊണ്ട് തുടങ്ങും. അള്ളാഹുവിന് എത്ര പേരുണ്ടോ ആ പേര് കൊണ്ട് മുഴുവൻ ഞാൻ തുടങ്ങുന്നതാണ്. ബിസ്മില്ല എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ പേരുകൾ മുഴുവൻ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അള്ളാഹ്ക്ക് എത്ര പേരുണ്ട്? അള്ളാഹുവിന് എത്ര പേരുകളുണ്ട്? അത് പറഞ്ഞ അവസാനിപ്പിക്കല്ലേ? അള്ളാഹുവിന് 99 പേരുകളുണ്ട്. അഭിപ്രായമുണ്ടോ? അള്ളാഹുവിന് എത്ര പേരുണ്ട് നമുക്ക് അറിയില്ല. അള്ളാഹുവിന് എത്രയോ പേരുകളുണ്ട്. എന്താ അതിന് തെളിവ്? അള്ളാഹിന്റെ പേരുകളുടെ എണ്ണത്തിന് തെളിവ് എന്താ? ഒരു ഹദീസിൽ അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്നലില്ലാഹി 99 ഇസ്മാ, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. 100 ഇല്ലാ വാഹിദ, 100-ൽ നിന്ന് കുറച്ച് എത്രയും 99. മൻ അഹ്സാഹ, ആ നാമങ്ങൾ ആരെങ്കിലും ഇഹ്സാ ചെയ്താൽ, അത് മനഃപ്പാടമാക്കി, അത് പഠിച്ച്, അത് ജീവിതത്തിൽ പകർത്തി ജീവിച്ചാൽ, ക്ലിപ്തപ്പെടുത്തി, ദഖലൽ ജന്നത, ആ വ്യക്തി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതിന്റെ അർത്ഥം അള്ളാഹ്ക്ക് 99 നാമങ്ങൾ മാത്രമേ ഉള്ളൂ എന്നല്ല. അപ്പൊ ഞാൻ പറയാണ്, എന്റെ അടുത്ത് സ്വതക്ക കൊടുക്കാൻ വേണ്ടി ഒരു 100 രൂപ ഉണ്ട്. എന്താ അർത്ഥം? സ്വതക്ക കൊടുക്കാൻ വേണ്ടി ഒരു 100 രൂപ. അതിന്റെ അർത്ഥം എന്റെ അടുത്ത് 100 രൂപ മാത്രമേ ഉള്ളൂ എന്നല്ല. സ്വതക്ക കൊടുക്കാൻ വേണ്ടി എത്ര ഉള്ളൂ? ആ 100 രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ അള്ളാന്റെ നാമങ്ങളിൽ 99 നാമങ്ങളുണ്ട്. പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നാമങ്ങൾ നമ്മൾ പഠിച്ച് അതനുസരിച്ചാണ് ജീവിച്ചാൽ,
അത് മനസ്സിലാക്കി. ഇപ്പൊ ഞാൻ നേരത്തെ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അള്ളാഹ് ഹഫീദാണ്, ഷഹീദാണ്, ബസീറാണ്, അലീമാണ്. ഇതൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ ആ തേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അങ്ങനെ അയാൾ ജീവിച്ച ആൾ സ്വർഗത്തിൽ എന്ത് ചെയ്യും? പ്രവേശിക്കുന്നതാണ് റസൂൽ പറഞ്ഞത്. അള്ളാഹ്ക്ക് ഒരുപാട് നാമങ്ങൾ ഉണ്ട് എന്നുള്ളതിന് തെളിവ് റസൂലുള്ളാഹിയുടെ ഒരു ഹദീസിൽ കാണാം. ആർക്കെങ്കിലും വല്ല വിഷമമോ സങ്കടമോ വ്യതയോ ബുദ്ധിമുട്ടോ ബാധിച്ചാൽ, ഒരു വ്യക്തിക്ക് ഒരു ബുദ്ധിമുട്ട് ബാധിച്ചു, ഭയങ്കര പ്രയാസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാലോ, കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസോ ബുദ്ധിമുട്ടോ ബാധിച്ചാൽ ആ വ്യക്തി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അബ്ദുക, അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ്, വബ്നു അബ്ദിക, ഞാൻ നിന്റെ അടിമയുടെ മകനാണ്, വബ്നു അമതിക, ഞാൻ നിന്റെ അടിയാത്തിയുടെ മകനാണ്, നാസിയതി ബിയദിക, എന്റെ കുടുംബം നിന്റെ കയ്യിലാണ്, എന്നെ നിയന്ത്രിക്കണ നീയാണ്, മാദിൻ ഫിയ ഹുക്മുക, എന്നിൽ നടപ്പാകുന്ന നിന്റെ വിധികളാണ്, അദ്ലുൻ ഫിയ ഖളാഉക, നീ എന്നിൽ വിധിച്ച എല്ലാ വിധികളും നൈതികമാണ്, നീതിയുള്ളതാണ്. അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ബികുല്ലി ഇസ്മിൻ ഹുവ ലക, നിനക്കുള്ളതായ എല്ലാ നാമം കൊണ്ടും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇങ്ങനെയുള്ള നാമങ്ങൾ, സമ്മൈത ബിഹി നഫ്സക, അല്ലാഹുവേ നീ നിനക്ക് പേരിട്ടുള്ളതായ നാമങ്ങൾ, ഔ അൻസൽതഹു ഫീ കിതാബിക, അല്ലാ എങ്കിൽ നീ വേദഗ്രന്ഥങ്ങളിൽ അവതരിപ്പിച്ച നാമങ്ങൾ, ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക, അല്ലെങ്കിൽ നീ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുത്ത നാമങ്ങൾ, ഔ ഇസ്തഅസർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക, അല്ലെങ്കിൽ അല്ലാഹുവേ നീ നിന്റെ അദൃശ്യത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതായ നാമങ്ങൾ, ശേഖരിച്ചു വെച്ചിട്ടുള്ളതായ അദൃശ്യത്തിലുള്ള നാമങ്ങൾ നമുക്കറിയില്ല. എന്താണ് ഞാൻ ചോദിക്കുന്നത്? അൻത ജഅലൽ ഖുർആന റബിയ ഖൽബി, ഖുർആനിനെ നീ എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ, വനൂറ സ്വദി, എന്റെ നെഞ്ചിന് പ്രകാശമാക്കണേ, വജിലാ ഹുസ്നി, എന്റെ സങ്കടങ്ങൾ കളയാനുള്ള ഒരു മാർഗമാക്കണേ, വദഹാബ ഹമ്മി, എന്റെ ദുഃഖങ്ങൾ അതിനെ പോക്കി കളയാനുള്ള, അതിനെ നശിപ്പിക്കാനുള്ള ഒരു കാരണമാക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ വ്യക്തിയുടെ സങ്കടം മാറും. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഒരു വ്യക്തിയുടെ സങ്കടം മാറും. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾ ഈ പ്രാർത്ഥന പഠിക്കണോന്ന് ചോദിച്ചു, ഞങ്ങൾ ഈ പ്രാർത്ഥന പഠിക്കണോ ചോദിച്ചു. അപ്പൊ റസൂൽ പറഞ്ഞു, ഇത് കേട്ട എല്ലാരും ഇത് പഠിക്കണം, ഇത് കേട്ട എല്ലാരും എന്ത് ചെയ്യണം? ഇത് പഠിക്കണം. അപ്പൊ ഇത് കേട്ടോലൊക്കെ എന്ത് ചെയ്യണം? ഈ പ്രാർത്ഥന പഠിക്കണം, നമ്മുടെ സങ്കടങ്ങളൊക്കെ പോയി കിട്ടും. ഈ പ്രാർത്ഥനയിൽ എന്തുണ്ട്? അള്ളാഹ് അദൃശ്യത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതായ നാമങ്ങളുണ്ട്, നമുക്കറിയാത്ത നാമങ്ങളുണ്ട്. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളെ കൊണ്ടും ഞാൻ തുടങ്ങുന്നു. അങ്ങനെ നാമം കൊണ്ട് തുടങ്ങി നമുക്ക് എന്തിട്ടും? ഫാത്തിഹയിൽ തന്നെ, ഫാത്തിഹയിൽ ഒരുപാട് കാര്യം നമുക്ക് കിട്ടാനുണ്ട്. ഫാത്തിഹ ചൊല്ലിയാൽ ശരിക്ക് ഫാത്തിഹയുടെ അർത്ഥം പഠിച്ചു തുടങ്ങിയപ്പോഴാണ് നമുക്ക് നിസ്കരിക്കാൻ പൂതിയാവും, നിസ്കരിക്കാൻ മനസ്സിലറിയാതെ ആഗ്രഹം ഉണ്ടാവും. ഒരു 2 റക്അത്ത് ഒന്നു കൊടുത്ത് നമ്മൾ നിസ്കരിക്കും. ഫാത്തിഹയുടെ അർത്ഥം നമ്മൾ ശരിക്കും പഠിക്കണം. അത് നമ്മുടെ മനസ്സിൽ ഫാത്തിഹയാണ് കയറിയാൽ ലോകത്ത് ഒരാൾക്ക് കിട്ടാവുന്ന വലിയൊരു നിധിയാണ് ഫാത്തിഹ. ഫാത്തിഹക്ക് വേണ്ടി മാത്രം ആകാശലോകങ്ങൾ തുറക്കപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ ഇറങ്ങാത്ത മലക്കിറങ്ങിയിട്ടുണ്ട് ഫാത്തിഹ പഠിപ്പിച്ചതിന്. ലോകത്തുള്ള ഒരു വേദഗ്രന്ഥങ്ങളിലും ഇതുവരെ അവതരിക്കാത്ത ഒരു സൂറത്താണെന്ത്? ഫാത്തിഹ. അത്ര മനോഹരമാണ് ആ സൂറത്ത്. അതെന്നും ആവർത്തിക്കണം, നിർബന്ധമായും 17 തവണ ആവർത്തിച്ചിരിക്കണം. പ്രാരംഭ പ്രാർത്ഥന ചൊല്ലിയിലേക്ക് നിസ്കാരം ബാത്തിലാവില്ല, പക്ഷെ ഫാത്തിഹ ചൊല്ലിയിലേക്ക് നിസ്കാരം എന്താവും? ബാത്തിലായി പോകും. കാരണം അത്രക്കല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് സൂറത്തുൽ ഫാത്തിഹക്ക്. ആ ഫാത്തിഹ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ മനോനില, ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴൊക്കെ നമ്മൾ എങ്ങനെ നിൽക്കണത്? അള്ളാഹുവോട് ബഹുമാനം കാണിക്കാന്നുള്ള അർത്ഥത്തിലാണ് നിൽക്കണം. അപ്പൊ ഈ പദങ്ങളൊക്കെ നമ്മളിൽ സ്വാധീനം ചെലുത്തും. നമ്മള് ദുനിയാവിൽ തന്നെ നമുക്ക് ബഹുമാനമുള്ള ഒരാൾ മുമ്പിൽ വന്നാൽ നമ്മളെ പട്ടും ചേലൊക്കെ മാറൂലേ? നമുക്കൊരു ബഹുമാനവും ആദരവുള്ള ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ വന്നാൽ നമ്മളിപ്പോ ഞാനൊക്കെ ഫൈസൽ മൗലവി ഉസ്താദൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? കോലം മാറും. ആ ഉസ്താദ് വന്ന മുടിയൊക്കെ ഒന്ന് ചീകി റെഡിയാക്കി കുറച്ചവരെ ഉസ്താദല്ലേ പറമ്പൂർ ഉസ്താദൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത്ര ബഹുമാനിക്കുന്ന ആളുകളായാൽ നമ്മുടെ ഉമ്മിപ്പൊക്കെ വന്നാൽ നമ്മളൊന്ന് എഴുന്നേറ്റിക്കും. ഈ ശരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ ബഹുമാനം കാണിക്കേണ്ട ആരോടാ? അള്ളാഹിനോടല്ലേ? അള്ളാഹു അദീമല്ലേ? അല്ലാഹു സുബ്ഹാന റബ്ബിയൽ അദീം. അള്ളാഹിനോളം നമ്മൾ ആദരവ് കൽപ്പിക്കേണ്ട, ബഹുമാനം കൽപ്പിക്കേണ്ട ആരുമില്ല. പക്ഷെ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ഒരു ആശയം വരുന്നുണ്ടോ? അപ്പൊ നമ്മുടെ മനസ്സിൽ അറിയാതെ ഈ പദങ്ങളൊക്കെ കൊത്തിവെക്കപ്പെട്ട പോലെയാവും. ഇതിങ്ങനെ ഒരു അറബി അർത്ഥം ആലോചിക്കാനുള്ളതല്ല. നമ്മൾ സാധാ ആളുകളോട് സംസാരിക്കുമല്ലോ, ആ സംസാരത്തിൽ വരേണ്ട പദങ്ങൾ അള്ളാഹിനോട് സംസാരിക്കണം. ആ സംസാരത്തോളം നമുക്ക് അള്ളാഹ് അവസരം തന്ന ഏറ്റവും വലിയ അവസരമാണ് ലോകരക്ഷിതാവിനോട് സംസാരിക്കാൻ ദിവസം 5 തവണ അവസരം തന്നു. സങ്കടമാണ് 5 തവണ തന്നിട്ടുള്ളൂ, 5 തവണ കിട്ടിയിട്ടുള്ളൂ. ആ 5 തവണ നമ്മൾ മുതലാക്കണം, സംസാരിച്ച് ഉഷാറാക്കണം, അള്ളാഹുവിനോട് വർത്താനം പറയണം. അത് റസൂൽ പഠിപ്പിച്ച പദങ്ങൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആശയങ്ങൾ കയറും.
ഞാൻ പറഞ്ഞു വന്നത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഫാത്തിഹ തൊട്ട് ബാക്കിയുള്ള ദിക്റുകൾ എളുപ്പമാണ്. ഫാത്തിഹ തൊട്ട് ഒരു റക്അത്ത് പഠിപ്പിച്ച പിന്നെ ബാക്കി 4 റക്അത്ത് അങ്ങനെ പോയാൽ മതി. ഫാത്തിഹ തൊട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ പഠിക്കാം. ഫാത്തിഹയുടെ ദിക്ർ തൊട്ടിട്ട് അധികം ഡീപ്പായിട്ടല്ലെങ്കിലും നമ്മളെ ചൊല്ലുന്നതിന്റെ അർത്ഥം നമുക്ക് അറിയണല്ലോ. അപ്പൊ നമ്മൾ എല്ലാത്തിന്റെ അർത്ഥം ഒന്ന് നല്ല പഠിച്ച് നമ്മൾ നിസ്കാരം വെച്ച് പഠിച്ച. ഞാൻ പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും റസൂൽ പ്രധാനം കൊടുത്തിരുന്നത് എന്തിനാണ്? നിസ്കാരത്തിനാണ്. ആ നിസ്കാരം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം പോയ പോലെയാണ്. നമ്മളൊരു നല്ല മുസ്ലിമാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ശരിക്കും റസൂൽ പഠിപ്പിച്ചൊരു നിങ്ങൾ അള്ളാനെ കാണുന്ന പോലെ ആരാധിക്കാം, അങ്ങനത്തെ ആശയം ഉണ്ടല്ലോ. അള്ളാനെ കാണുന്ന പോലെ അള്ളാഹ് ഇബാദത്ത് ശരിക്കും നമ്മളെ കൊണ്ട് സാധിക്കും. അള്ളാനെ കാണാൻ എന്തായാലും ദുനിയാവിൽ പറ്റില്ല, സ്വർഗത്തിൽ പറ്റും. അത് നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ഒരു ആശയം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നിസ്കരിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പോൾ അള്ളാനെ കാണാൻ ഭാഗ്യം കിട്ടൂല. നിസ്കരിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിനെ കാണാൻ ഭാഗ്യം കിട്ടൂല എന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്ന ഒരു ഭാഗം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒരാൾ നിസ്കരിക്കണില്ല. സൂറത്തു ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അള്ളാനെ കാണുന്നതാണ്. നമ്മളെ പഠിച്ച ഏറ്റവും ഭംഗിയുള്ള ഈ നമ്മൾ കാണുന്ന ഏതെല്ലാം ഭംഗിയുണ്ടോ ആ ഭംഗിയൊക്കെ പഠിച്ചാരാണ്? അള്ളാഹ്. അള്ളാന്റെ ഭംഗി എന്തായിരിക്കും? അങ്ങനെയുള്ള അള്ളാനെ കാണാനുള്ള ഒരു അവസരമാണ് സ്വർഗത്തിൽ ഉണ്ടാവുക. ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്നത, സ്വർഗ്ഗക്കാർ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഖാല യഖൂലുല്ലാഹു തബാറക വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമത്രേ, തുരീദൂന ശൈഅൻ അസീദുക്കും, അല്ലയോ സ്വർഗ്ഗക്കാരെ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അധികരിപ്പിച്ചു തരട്ടെയോ, ഇനി അധികരിപ്പിച്ചു തരണോ, എന്തെങ്കിലും നിങ്ങൾക്ക് വേണോ? ഫയഖൂലൂന അലം തുബയ്യിദ് വുജൂഹനാ, അല്ലാഹുവേ നീ ഞങ്ങളുടെ മുഖം വെളുപ്പിച്ചില്ലയോ? അലം തുദ്ഖിൽനൽ ജന്നത വതുനജ്ജിനാ മിനന്നാർ, അല്ലാഹുവേ നീ ഞങ്ങളെ സ്വർഗ്ഗത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിച്ചില്ലയോ? ഖാല ഫയക്ഷിഫുൽ ഹിജാബ്, അല്ലാഹുവിന്റെ മറ നീക്കുമത്രേ. ഫമാ ഉഅതു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദരി ഇലാ റബ്ബിഹിം സുബ്ഹാനഹു വതആല, അവർക്ക് ലഭിക്കാൻ പോകുന്ന ലഭിച്ച അനുഗ്രഹങ്ങളിൽ അള്ളാഹുവിനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ അനുഗ്രഹങ്ങളും അവർ മറക്കും. അള്ളാഹിനെ കാണാൻ പറ്റും. അള്ളാഹിനെ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് കണ്ണിനാ പറ്റുക? നമ്മുടെ കണ്ണിന് അർഹത കിട്ടും. നിസ്കരിക്കുന്നവർക്ക് അതേ കിട്ടുക. അതിന് അദ്ദേഹം ഒരു പണ്ഡിതൻ തെളിവ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഒരു ആയത്ത് സൂറത്തുൽ ഖിയാമയുടെ അവസാന ഭാഗം. സൂറത്തുൽ ഖിയാമയുടെ അവസാന ഭാഗം അന്നേ ദിവസം ചില മുഖങ്ങൾ തിളങ്ങും, പ്രകാശപൂരിതമാകും, നദറത്തുണ്ടാകും. ഇലാ റബ്ബിഹാ നാദിറ, ആ മുഖങ്ങൾ അവയുടെ രക്ഷിതാവിലേക്ക് നോക്കുകയായിരിക്കും. കണ്ണുകൾ തിളങ്ങും, മുഖം പ്രകാശിക്കും അല്ലാഹുവിനെ കണ്ടുകൊണ്ട്. അന്നേ ദിവസം അത്ര തിളക്കമില്ലാത്ത ചില മുഖങ്ങൾ ഉണ്ടായിരിക്കും. തന്റെ നാശം ഉറപ്പിച്ച ചില മുഖങ്ങൾ. മരണസന്ദർഭം വിശദീകരിക്കാൻ പഠിച്ചു. ചില ആളുകൾ മരണം കാണുമ്പോൾ കാലിന്റെ നെരിയാണ് നമ്മൾ കൂട്ടിവിട്ടു. ആ സന്ദർഭം വിശദീകരിക്കാൻ. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, നിന്റെ രക്ഷിതാവിലേക്കാണ് പോക്ക്. ഫലാ സദ്ദഖ വലാ സല്ലാ, അവിടെ അല്ലാഹു പറയണത് അവന് നിസ്കരിച്ചിട്ടില്ല. ഈ ആയത്ത് വെച്ച് പണ്ഡിതന്മാര് പറയാണ്, നിസ്കരിക്കാത്ത ഒരാൾക്ക് അള്ളാഹുവിനെ തിളക്കമുള്ള മുഖത്തോടു കൂടി അള്ളാഹിനെ കാണാൻ കഴിയൂല. നിസ്കരിക്കാത്ത ആൾക്ക് പറ്റൂല. നമസ്കാരം അത്ര പ്രാധാന്യത്തോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് അള്ളാഹിനെ നല്ല രൂപത്തിൽ കാണാൻ പറ്റും. എത്ര നന്നായി നമ്മൾ നിസ്കരിക്കുന്നോ അത്രയും നന്നായി നമുക്ക് നമ്മുടെ റബ്ബിനെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുത്തിട്ടില്ലെങ്കിലും, റമദാനിലാണെങ്കിലും ഷഅബാനിലാണെങ്കിലും ചൊവ്വാലാണെങ്കിലും മരണം വരെ ഖബർ വരെ നിസ്കരിക്കുന്ന ആളുകളാവുക. നിസ്കരിക്കാൻ നല്ല താല്പര്യമുള്ളവരാവുക. സുന്നത്തുകൾ അധികരിപ്പിച്ച് നിസ്കരിച്ചുകൊണ്ടേയിരിക്കുക. അത് നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ അവരുടെ അവയവങ്ങൾ ഏറ്റവും നല്ല സ്ഫുടമായ അവയവങ്ങളാവും. പിന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർ കാണും. അങ്ങനെയുണ്ട്. നമ്മൾ ഫർള് ഇന്ന് നിസ്കരിക്കുന്നുണ്ട്,
റവാത്തിബ് സുന്നത്തുകളും നവാഫിലുകളും നമ്മളിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാൽ അതും അതിന്റെ കൃത്യമായ അർത്ഥത്തിൽ ബഹുമാനവും സ്നേഹവും കൂട്ടിക്കലച്ച് അതിൽ അള്ളാഹുവിനോടുള്ള ഭീതിയും പേടിയും ഒക്കെ ഉണ്ടായി ആ ഒരു രൂപത്തിൽ അള്ളാഹുവിനെ നമ്മൾ പേടിച്ച് നിസ്കരിക്കുമ്പോ അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കാന്നുള്ള ഭയത്തോടുകൂടി നിസ്കരിക്കുമ്പോ ഇനിയൊരു നിസ്കരിക്കാൻ എനിക്ക് അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല എന്ന് ആലോചിച്ച് നിസ്കരിക്കുമ്പോ നമ്മുടെ മനസ്സിന് ഭയങ്കര വൃത്തി ഉണ്ടാവും. നിസ്കാരം എത്ര നന്നായോ നമ്മുടെ മനസ്സും അത്രത്തോളം വൃത്തിയാകും. അതുപോലെ തന്നെ തിരിച്ചു നമ്മുടെ മനസ്സ് എത്ര വൃത്തിയാകും നിസ്കാരം അത്രത്തോളം വൃത്തി ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല നിസ്കാരക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹിന് ഇഷ്ടമുള്ളവരുടെ കൂട്ടത്തിൽ നമ്മൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളുടെയും അർത്ഥം ആലോചിച്ച് ചൊല്ലുന്ന ഈ റമദാനിലെങ്കിലും അത് പരിശീലിച്ച് മരണം വരെ അങ്ങനെ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ബാക്കി ഫാത്തിഹ തൊട്ടുള്ള അർത്ഥം നാളത്തെ ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും അള്ളാഹുവിനെ കാണുന്ന ആ ഭാഗ്യം ലഭിച്ച മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തട്ടെ. അമ്പിയാക്കളെ പോലെ എന്ന് നിസ്കരിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ നല്ല സ്ഥാനമുള്ളവരാകാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മളെയും നമ്മളെ മക്കളെയും നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവിനോട് സ്നേഹമുള്ളവരുടെ, പേടിയുള്ളവരുടെ, അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുന്നവരുടെ, അങ്ങനെ ഇബാദത്തിന്റെ എല്ലാ വശങ്ങളും പൂർത്തീകരിച്ച് ഏറ്റവും നന്നായി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ രോഗങ്ങൾക്ക്, മാനസികമായ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ ശാരീരികമായ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു അവരുടെ കബറിടം വിശാലമായി കൊടുക്കട്ടെ. നിസ്കരിച്ചവർക്ക് അവരുടെ കബറിൽ പ്രകാശം ലഭിക്കും. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും കൂട്ടുകാർക്കും അവരുടെ കബറുകളിൽ പ്രകാശം നൽകട്ടെ. ഹദാ വല്ലാഹു അലം. വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു അൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയിനാ ഹബീബിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും.